മെസ്സേജല്ലേ എന്ന് എഴുതിയിട്ട് ഫോൺ തുറന്നു നോക്കിയപ്പോൾ ആ നാട്ടിൽ നടന്നൊരു സംഭവത്തെ പറ്റി മലയാള മനോരമയിലുള്ള വാർത്തയാണ്. അതിന് കൊടുത്ത തലക്കെട്ട് പ്രവാചക അധ്യാപനങ്ങളുടെ നേർക്കാഴ്ചയായിരുന്നു കല്ലറക്കൽ പ്രദേശത്തുകാർ കണ്ടത്. വിഷയം വായിച്ചു നോക്കുമ്പോൾ എല്ലാ ദിവസവും സുബഹിക്കടക്കം എല്ലാ ജമാഅത്തിലും പള്ളിയിൽ വരുന്നൊരു മനുഷ്യൻ, ആ മനുഷ്യൻ ഒരിക്കൽ സുബഹിക്ക് പള്ളിയിൽ വന്നപ്പോ പള്ളിയോട് ചേർന്നുള്ള കുളത്തിൽ നിന്ന് ഉളവെടുക്കുന്നതിനിടയിൽ കുഴഞ്ഞുകൊണ്ട് മരണപ്പെട്ടുപോയി. പള്ളിയുമായി നല്ല ആത്മബന്ധമുള്ളയാളാണ്. ആളുകൾ അദ്ദേഹത്തിന് അനന്തര കർമ്മങ്ങളൊക്കെ ചെയ്തു. എല്ലാം കഴിഞ്ഞ് മറന്നു ചെയ്ത ദിവസങ്ങൾ പിന്നിട്ടപ്പോ അദ്ദേഹത്തിന്റെ മക്കളിൽപ്പെട്ട ഡോക്ടറായ ഒരു മകൻ, ആ മകനൊരു സംശയവും. എന്താ സംശയം വന്നത്? സന്ദേഹം വന്നത് ബാപ്പയെ പള്ളിയിലുള്ള മുദരിസും കുട്ടികളും കൂടിയിട്ട് കൊലപ്പെടുത്തിയതാണ്, കൊന്നു കളഞ്ഞതാണ്. അതുകൊണ്ട് കേസ് കൊടുക്കുന്നു, കാരണരെ കണ്ടെത്തണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുന്നു. കോടതി കേസ് അംഗീകരിച്ചു. ബാപ്പയെ പള്ളിയിലെ മുന്നിൽ കുട്ടികളും കൂടി കൊന്നതാണ്, അതുകൊണ്ട് കാണ്ടകരാണെന്ന് കണ്ടെത്തണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടറായ മകനെ പരാതിപ്പെട്ടു. കോടതി കേസ് അംഗീകരിച്ചു, ഉത്തരവിട്ടു. നടന്നു ചെയ്ത ബാപ്പന്റെ ജനാദ ഖബറിൽ നിന്ന് പുറത്തെടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് കോടതിയുടെ ഉത്തരവ് വന്നു. നിയമപാലകർ വന്ന് അസാധുവായ മനുഷ്യന്റെ കബറ് തുറക്കുകയാണ്. ആളുകൾ അതിർപ്പം കാണാൻ വേണ്ടി തടിച്ചു കൂടുമല്ലോ. അങ്ങനെ ഈ ഡോക്ടറായ മകൻ മുൻനിരയിലുണ്ട്. നിയമപാലകരായ പോലീസുകാര് വന്ന് കബറ് മാന്തിയിട്ട് കൂടുതലെല്ലാം എടുക്കുമ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞതുപോലെ ചില ശരീരങ്ങൾ മണ്ണിന് നിഷിദ്ധമാണ്, ചില ശരീരങ്ങൾ തീയിന് നിഷിദ്ധമാണ്. മണ്ണിനവരെ പേടിയാണ്, തീയിനവരെ പേടിയാണ്. മറവ് ചെയ്ത ദിവസങ്ങൾ പിന്നിട്ട് ഈ ഖബറിൽ നിന്ന് മയ്യത്ത് പുറത്തെടുക്കുമ്പോൾ ചീഞ്ഞളിഞ്ഞ ജനാസയായിരിക്കും, അല്ലെങ്കിൽ മാംസമെല്ലാം ദ്രവിച്ചുപോയി എങ്കിലേക്ക് എത്തിക്കാണുമെന്നാ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ സമയം ഒരമണിക്കൂർ മുമ്പ് മറവ് ചെയ്തതുപോലെ കഫംപുടവയിൽ പോലും ഒരു ചതിപുരളാതെ വൃത്തിയായി വിശ്രമിക്കുകയാണ്. ആ ജനാസ പുറത്തെടുക്കുമ്പോൾ പോലീസുകാരൻ പറഞ്ഞുപോൽ, എടാ ധിക്കാരി, ഇത്രയും നല്ലൊരു വാപ്പയുടെ മകനായി പിറക്കാൻ ഭാഗ്യം കിട്ടിയിട്ട് ഇദ്ദേഹത്തെയാണല്ലോ നീ വെട്ടിപ്പൊളിക്കാൻ കൊടുക്കുന്നത്, കത്തി കൊണ്ട് കീറിപ്പൊളിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. വല്ലാത്ത ഖേദം തന്നെ. ഞാൻ പറഞ്ഞു വന്നത്, ചില ശരീരങ്ങൾ മണ്ണിന് നിഷിദ്ധമാണ്, തീയിന് നിഷിദ്ധമാണ്. മുത്തനബിയുടെ അധ്യാപനമാണ്. ആ അധ്യാപനത്തിന്റെ നേർക്കാഴ്ച നാട്ടുകാർ കാണുകയാണ്. മരണപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കഫം പുടവയിൽ പോലും ചളി പുരളാതെ ഒരു പോറല് നിൽക്കാതെ ആ മനുഷ്യന് കവറിൽ കിടക്കുന്നുണ്ട്. എന്താണ് ആ മനുഷ്യന്റെ പ്രത്യേകത? പള്ളിയിലെ ജമാഅത്ത് ഒഴിവാക്കാറില്ല, ആത്മീയ മജ്‌ലിസുകൾ ഒഴിവാക്കാറില്ല. അന്യന്റെ മുതല് ഒരു തരി മണ്ണ് പോലും അന്യായമായി കൈപ്പറ്റാറില്ല. പള്ളിയിലേക്ക് വരുന്ന വഴിയിൽ നാൽക്കാലി മൃഗങ്ങൾ പുല്ല് തിന്നുന്നത് കണ്ടാൽ അദ്ദേഹം ആ വഴിയിലൂടെ നടന്നു പോകുമ്പോ ആ നാൽക്കാലി മൃഗത്തിന്റെ തീറ്റ മുടങ്ങുമോ എന്ന് പേടിച്ച് വഴിമാറി പള്ളിയിലേക്ക് വരുന്ന സാധുവായ മനുഷ്യൻ ഭൂമുഖത്ത് ചവിട്ടി നടക്കുന്നത്, ഭൂമി അറിയാതെ നടക്കുന്ന വിനയത്തിന്റെ ഉടമ ഒരു മനുഷ്യൻ വന്ന് തന്റെ വീട്ടിൽ നിന്ന് ഒരായുധം വായ്പ കൊണ്ടുപോയാൽ ആ ആയുധം തിരിച്ചു കൊണ്ടുവന്ന് വരുമ്പോ ആ മൺപെട്ടിയുടെ അല്ലെങ്കിൽ കൈക്കോട്ടിന്റെ പിറകില് മണ്ണുണ്ടെങ്കിൽ ആ മണ്ണ് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ പറമ്പിൽ തന്നെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുമ്പോൾ അത്ര കണ്ട് സൂക്ഷ്മതയിൽ ജീവിച്ച ആ മനുഷ്യന്റെ കബറിലെ സാഹചര്യം നാട്ടുകാർക്ക് ബോധ്യപ്പെടുകയാണ്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അനുഭവത്തിൽ നിന്ന് ഈ സംഭവം പറഞ്ഞത് സ്വലാത്തിന്റെ വാർഷികമാണല്ലോ. ഒരു നൂറ്റാണ്ട് കാലം, ഒന്നല്ല രണ്ടല്ല പത്തല്ല 20 അല്ല 100 വർഷക്കാലത്തോളം ഖബറിൽ കിടന്ന ഒരു മനുഷ്യൻ സുബ്ഹാനല്ലാഹ് പള്ളിയുടെ വിപുലീകരണത്തിന് വേണ്ടിയിട്ട് ആ ഖബറൊന്ന് മാന്തിയിട്ട് ഖബറിലുള്ള അദ്ദേഹത്തെ
ഒന്ന് പുറത്തെടുത്ത് പള്ളി മലീകരിച്ച അല്പസ്ഥാനം അപ്പുറത്തേക്ക് മാറ്റിയിട്ട് മറ ചെയ്യാമെന്ന് കരുതി ഖബറടക്കപ്പെട്ട മഹാനായ സുലൈമാനുൽ ജസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഖബർ തുറക്കുകയാണ്. അല്ലാഹ് ഖബറങ്ങ് തുറക്കേണ്ട താമസം. ഖബറിൽ നിന്ന് വല്ലാത്ത പരിമളം തന്നെ, വല്ലാത്ത സുഗന്ധം തന്നെ. പരിമളം അടിച്ചു വീശുന്നു. ഒരു പോറലുമേൽക്കാതെ താടി നന്നാക്കിയതുപോലും അങ്ങനെ തന്നെ ഉള്ള വിധത്തിൽ ഖബറിൽ നല്ല റാഹത്തിൽ വിശ്രമിക്കുകയാണ് സുലൈമാനുൽ ജസൂരി തങ്ങൾ. ആളുകൾ അത്ഭുതപ്പെട്ടുപോയി. 90 വർഷം കഴിഞ്ഞിട്ടും ബോഡിക്കൊരു കുഴപ്പവുമില്ല, ശരീരത്തിനൊരു ഭാവമാറ്റവുമില്ല. ആരാ? സുലൈമാനുൽ ജസൂരി തങ്ങൾ ഔലിയാക്കളിലെ നേതാവാണ്. അത് വലിയ ദറജ തന്നെ. അതിനേക്കാൾ വലിയ ദറജ ഒരു യാത്രക്കിടയിൽ പൊന്നുമോളെ, ദീർഘമായ യാത്രക്കിടയിൽ കയ്യിലുള്ള വെള്ളം തീർന്നു പോയിട്ട് ഉളുവെടുത്ത് നിസ്കരിക്കാൻ വെള്ളം കിട്ടാതെ വന്നപ്പോ പരതി നോക്കി, അന്വേഷിച്ചു നോക്കി. അവസാനം ഒരു പൊട്ടക്കിണറ്റിന്റെ അടിഭാഗത്ത് വെള്ളം കണ്ടു. കോരിയെടുക്കാനുള്ള കപ്പിയില്ല, കയറില്ല, ബക്കറ്റില്ല. അതിലേക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അടിഭാഗത്ത് വെള്ളമുണ്ട്. ഈ നോക്കി നിൽക്കുന്നത് കുന്നിൻ മുകളിൽ നിന്ന് ഈ സദസ്സിൽ വന്ന പൊന്നുമക്കൾ കാണുന്നത് പോലെ ഒരു ചെറിയ മോള് കാണുകയാണ്. അരികമെന്ന് ചോദിച്ചു, എന്തേ നോക്കി നിൽക്കുന്നത്? കിണറിനടിയിലുള്ള വെള്ളത്തിന് ആവശ്യമുണ്ടോ? അതേ, വെള്ളം വേണമെന്ന് പറയേണ്ട താമസം. സുബ്ഹാനല്ലാഹ്, വെള്ളത്തിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അതേ, കയറും കപ്പിയും ബക്കറ്റും ഒന്നും ഇവിടെ ഇല്ലല്ലോ. ഇത് പറഞ്ഞ ഉടനെ ഈ പെണ്ണ കിണറ്റിലേക്കൊന്ന് നോക്കിയിട്ട് എന്തോ ഒന്ന് ചൊല്ലുന്നത് കണ്ടു. ചൊല്ലിയിട്ട് ആ കിണറിലേക്കങ്ങ് ഊതേണ്ട താമസം. കിണറ്റിൽ നിന്ന് വെള്ളം പൊന്തി പൊന്തി വരികയാണ്, പൊങ്ങി വരികയാണ്. ഹൗദിന് സമാനമായി കിണറിന്റെ മുകളിലേക്ക് വെള്ളം വന്നത് കണ്ടപ്പോ സുലൈമാനുൽ ജസൂരി തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമായി പോയി. പെണ്ണ് പറഞ്ഞു, ഉളവെടുത്തോളൂ, ആവശ്യം നിർവഹിച്ചോളൂ, കുഴപ്പമില്ല. ഉളുവെടുത്തോളൂ, ആവശ്യങ്ങൾ നടക്കട്ടെ. ഉളുവെടുത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം സുലൈമാനുൽ ജസൂരി തങ്ങൾ ഈ കുട്ടിയോട് ചോദിക്കുകയാണ്, മോളെ, ഇതെന്തൊരു അത്ഭുതമാണ്, എങ്ങനെയാണ് ഈ അത്ഭുത സിദ്ധി നിനക്ക് ലഭിച്ചത്? പെണ്ണ് തിരിച്ചു ചോദിച്ചു, നിങ്ങളാരാണ്? മറുപടി പറഞ്ഞ, സുലൈമാനുൽ ജസൂരി എന്നാണ് എന്റെ പേര്. ഇത് കേട്ട ഉടനെ പെണ്ണ് ആശ്ചര്യത്തോടുകൂടെ ചോദിക്കുകയാണ്, നിങ്ങളല്ലേ നാടുനീളെ അറിയപ്പെടുന്ന സുലൈമാനുൽ ജസൂരി എന്ന് പറയുന്ന മഹാൻ? ആളുകൾ മഹാനാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ, നിങ്ങൾ വലിയ മഹാനായിട്ട് ഈ കിണറിനടിയിലുള്ള വെള്ളം മുകളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ലല്ലോ. ചോദിച്ചു, പെണ്ണെ, അതിനൊക്കെ എങ്ങനെ സാധിച്ചു? മറുപടി പറഞ്ഞത്, ഹൃദയം കൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കേൾക്കണേ പൊന്നുമക്കളെ. ഈ കൂട്ടുകാരിയുടെ മറുപടി, ഞാൻ എന്റെ ജീവിതത്തിൽ മുസ്ലിമിയുടെ പേരിലുള്ള സ്വലാത്ത് ഒഴിവാക്കാറില്ല. അന്നൽ അമാല കുല്ലഹാ ബൈനൽ ഖബൂലി വറദ്ദിഹാ. ഏത് കർമ്മങ്ങളും സ്വീകാര്യതയുടെയും തള്ളപ്പെടുന്നതിന്റെയും ഇടയിലാണല്ലോ. പക്ഷേ മുത്തായ തങ്ങളിലുള്ള സ്വലാത്ത് അങ്ങനെയല്ലോ. തീർച്ചയായും സ്വീകരിക്കപ്പെടുമെന്നല്ലേ രാജനായ റബ്ബ് നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് മുത്തനബിയുടെ പേരിൽ ഞാൻ സ്ഥിരമായി ചൊല്ലുന്ന സ്വലാത്ത് ചൊല്ലിയിട്ട് ഞാൻ എന്റെ റബ്ബിനോട് ആഗ്രഹം പറഞ്ഞതാണ്, ഈ അടിയിലുള്ള വെള്ളമൊന്ന് മുകളിലേക്ക് എത്തണോ. പറഞ്ഞു തീരേണ്ട താമസോ സ്വലാത്തിന്റെ കറാമത്ത് കൊണ്ട് വെള്ളം മുകളിലേക്ക് വന്നതാണ്. സുലൈമാനുൽ ജസൂരി തങ്ങൾ വിനയത്തോടുകൂടി മോളോട് ചോദിച്ചു, മോളെ, നീയാ ചൊല്ലുന്ന സ്വലാത്ത് ഏതാണെന്ന് പറഞ്ഞു തരുമോ? ഈ കുട്ടി ആ സ്വലാത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അന്ന് സുലൈമാനുൽ ജസൂരി തങ്ങൾ അവിടെ വെച്ച് തീരുമാനിക്കുകയാണ്, ഞാൻ മുത്തനബിയുടെ പേരിൽ
പേരിലുള്ള ഒരു സ്വലാത്തിന്റെ ഗന്ധം ലഭിക്കുമെന്ന് അങ്ങനെ നേർച്ച ചെയ്ത് മഹാനവർകൾ രചിച്ച കിതാബാണ് ദലായിലുൽ ഖൈറാത്ത്. ഓരോ ദിവസവും പ്രത്യേക നിവാമോടുകൂടെ ആദ്യമായി ചൊല്ലാൻ പറ്റുന്ന വിധത്തിലുള്ള സ്വലാത്ത് ആ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ മഹാനവർകൾ ഈ സംഭവം അനുസ്മരിക്കുന്നത് കാണാം. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഉണർത്തുന്നത്, സ്വലാത്ത് കൊണ്ട് പച്ചയായ നാവുണ്ടോ ഒരിക്കലും വെറുതെ ആവൂല. ആ മനുഷ്യൻ ഒരിക്കലും പരാജയപ്പെടൂല. യാതൊരു സംശയവും ആ വിഷയത്തിൽ വേണ്ടതില്ല. ഇനി നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നോക്കൂ, സ്വലാത്ത് പതിവാക്കിയ മനുഷ്യരുണ്ടെങ്കിൽ അവരെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അവരുടെ ജീവിതവും അവരുടെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ജീവിതം തന്നെ പാഠമാണ്. എന്റെ നാട്ടിൽ സ്വലാത്ത് ഇബ്രാഹിം മുസ്ലിയാർ എന്ന് പറഞ്ഞൊരു സ്ഥാപുണ്ടായിരുന്നു. സാധുവായ മനുഷ്യന് പേര് പോലെ തന്നെ എപ്പോഴും സ്വലാത്തിൽ നടക്കുന്ന ആളായിരുന്നു. അല്ലാഹ് മണ്ണറമണിയായ റഹ്മാനേ, മദ്രസയിൽ വരുന്ന കുട്ടികളോട് സ്വലാത്ത് എല്ലാം വേണ്ടി പറയൂ. ധാരാളം സ്വലാത്തിൽ നിന്ന് കുട്ടികൾക്ക് ഹൃദയമറിഞ്ഞ സമ്മാനം കൊടുക്കും. അങ്ങനെ താൻ പഠിപ്പിക്കുന്ന മദ്രസയിലുള്ള കുട്ടികളോട് സ്വലാത്ത് എല്ലാം വേണ്ടി ഏൽപ്പിച്ച് ഏറ്റവും കൂടുതൽ സ്വലാത്തിൽ നിന്ന് കുട്ടിക്ക് സമ്മാനവും തയ്യാറാക്കിയിട്ട് വീട്ടിൽ വെച്ച് സുഖമില്ലാതെയായപ്പോ ഉപ്പമാരെ, ഇമാനുള്ള പാപ്പമാരെ, ഹൃദയം കൊണ്ടൊന്ന് കേൾക്കണേ. ഇശാ കൊടുത്തു, മക്കളോടൊന്നിച്ച് ജമാഅത്ത് നിസ്കരിച്ചു, കുട്ടികളോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു, ഡോക്ടർ അടുക്കല് പോയി. സുബ്ഹാനല്ലാഹ്, ഡോക്ടർ പേര് ചോദിച്ചു, പേര് പറഞ്ഞു. വയസ്സ് ചോദിച്ചു, വയസ്സ് പറഞ്ഞു. വയസ്സ് പറഞ്ഞപ്പോൾ 63 വയസ്സ് എന്നുള്ളതൊന്ന് മാറി കേട്ടപ്പോ, അല്ല എന്റെ വയസ്സ് 63 മുത്തനബിയുടെ വയസ്സ് 63 എന്നൊക്കെ ചോദിച്ച് തിരുത്തി പറഞ്ഞ് അന്നത്തെ ഇശാഇന്റെ ജമാഅത്തും ബിദ്റും കഴിഞ്ഞ് മക്കളോട് നിറഞ്ഞിരുന്ന ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകുമ്പോ ആ മിസ്വാക്ക് കൊണ്ട് മിസ്വാക്ക് ചെയ്ത് ഹബീബായ തങ്ങളുടെ സ്വലാത്ത് കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ കാണെ, മക്കളെ ചുറ്റും കൂടി നിൽക്കെ കൽവറിഞ്ഞ് കെളിവഴലി റാഹത്തോടുകൂടെ മരണപ്പെടുകയാണ്. നോക്കൂ നിങ്ങൾ, എന്തൊരു മരണമാണ്. സുബ്ഹാനല്ലാഹ്, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഏറ്റവും വലിയ പരീക്ഷണഘട്ടം മരണവേളയാണല്ലോ. അത് സാധാരണ ജീവിതത്തിൽ തന്നെ അങ്ങനെയല്ലേ നമ്മൾ കാണാറുള്ളത്. 20 വർഷം പ്രവാസ ലോകത്ത് നിന്നിട്ട് അവസാനം ഈ കൂട്ടത്തോടൊന്നിച്ച്, കുടുംബത്തോടൊന്നിച്ച്, കൂട്ടുകാരോടൊന്നിച്ച്, നാട്ടുകാരോടൊന്നിച്ച് നിൽക്കട്ടെ നേര് നാട്ടിൽ വന്നതാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇടനെഞ്ചിൽ നിന്നൊരു വേദന വന്നു. ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ബ്ലോക്ക് ഉണ്ട്, 1 അല്ല 2 അല്ല 4 ബ്ലോക്ക് ഉണ്ട്. മേജർ ഓപ്പറേഷൻ വേണോ, 10 ലക്ഷം രൂപ ചെലവ് വരും. പക്ഷേ വിജയിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റൂല. മേജർ ഓപ്പറേഷൻ വേണം, 10 ലക്ഷം രൂപ ചെലവ് വരും. പക്ഷേ ഗ്യാരണ്ടി ഒന്നും തരാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അവസാനം മരണം മുന്നിൽ കാണുന്ന നമ്മൾ 10 ലക്ഷം രൂപ ഗ്യാരണ്ടി ഇല്ലാത്തൊരു സർജറിക്ക് എന്ന് നമ്മൾ ആശങ്ക പറയൂലല്ലോ, സന്ദേഹം പ്രകടിപ്പിക്കൂലല്ലോ. ഡോക്ടറെ, 20 വർഷം ഗൾഫിൽ നിന്നിട്ട് എന്റെ കയ്യിലുള്ള ആകെ സമ്പാദ്യം 10 ലക്ഷം രൂപയാണ്. ആ 10 ലക്ഷം രൂപ ഗ്യാരണ്ടി ഇല്ലാത്തൊരു സർജറിക്ക് കെട്ടിവെക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് നമ്മൾ പറയൂലല്ലോ. പൊട്ടി വിൽക്കണോ നമ്മൾ വിൽക്കൂലേ, പറമ്പ് വിൽക്കണോ നമ്മൾ വിൽക്കൂലേ, വീട് വിൽക്കണോ നമ്മൾ വിൽക്കൂലേ. ഇനി കയ്യില് കാശില്ല എങ്കിൽ യാചനക്കുള്ള വേദി നോക്കൂലേ. ഏത് വേദനയാണെങ്കിലും നമ്മള് അവസാന നിമിഷം ആയുസ്സൊന്ന് നീട്ടിക്കിട്ടാൻ വേണ്ടി ശ്രമിക്കണില്ലേ. ഇതല്ലേ മനുഷ്യന്റെ സ്വഭാവം. എന്നാൽ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഒരൽപ ആയുസ്സിന് വേണ്ടിയിട്ട് നമ്മൾ അവസാനഘട്ടം പെടാപ്പാട് പെടുന്നത് പോലെ അതിനേക്കാൾ കൂടുതൽ പെടാപ്പാട് പെടേണ്ടത് ഇനി ഓപ്പറേഷൻ സക്സസ് ആയാലും കിട്ടുന്ന ആയുസ് വിരലിലെണ്ണാവുന്നതല്ലേ. 60 വയസ്സ് ആയുസ്സുള്ള വാപ്പക്ക് ഭൂമിയിൽ 22,000 ദിവസം തികച്ചില്ല.
ഒരാൾക്ക് 60 വയസ്സായുസുണ്ട് നോക്കുക, എന്നാൽ തന്നെ അയാൾക്ക് ഭൂമിയിൽ 21,900 ദിവസമേ ഭൂമിയിലുള്ളൂ. 100 വയസ്സുള്ള ബാപ്പക്ക് ഭൂമിയിലുള്ളത് 36,500 ദിവസമേ ഉള്ളൂ. കേവലം അരമണിക്കൂർ കൊണ്ട് എണ്ണി തീർക്കാവുന്ന ദിവസങ്ങൾ. ആ ദിവസത്തിന് വേണ്ടി നമ്മൾ എത്ര ടെൻഷൻ അടിക്കുന്നുണ്ട് അല്ലേ, എത്ര ഓടി നടക്കുന്നുണ്ട് അല്ലേ, എത്ര ഉറക്കമൊഴിക്കുന്നുണ്ട് അല്ലേ, എത്ര ബേജാറാവുന്നുണ്ട് അല്ലേ. എന്നാൽ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, കണ്ടറിഞ്ഞതിന് ശേഷം ഒരു ജീവിതം വരാനില്ലേ? മരണമില്ലാത്ത ഒടുക്കമില്ലാത്തൊരു ജീവിതം. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. മണ്ണിന്റെ മുകളിൽ സവാരി ചെയ്തവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. എത്ര വമ്പന്മാരും കൊമ്പന്മാരും അധികാരികളും വില്ലന്മാരും മല്ലന്മാരും കഴിഞ്ഞുപോയ ലോകമാണ്. പക്ഷേ അവരിപ്പോൾ ഖബറിലുണ്ട്. ഇനിയൊരു ലോകത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഖബറിലേക്ക് നീങ്ങേണ്ടവരാണ്. എന്നാൽ വിനയത്തോടുകൂടെ ഞാൻ ഉണർത്തുകയാണ്, ഈമാനുള്ള മക്കളെ, ഈമാനുള്ള കൂട്ടുകാരാ, സ്വലാത്ത് കൊണ്ട് പച്ചയായൊരു നാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ അത് വല്ലാത്ത തൗഫീഖ് തന്നെ. റിസൾട്ട് ഭൂമുഖത്ത് മാത്രമല്ല, ഏറ്റവും വലിയ പരീക്ഷണഘട്ടമായ മരണവേളയിൽ മാത്രമല്ല, ആഖിറത്തിൽ വരുമ്പോൾ ആ സ്വലാത്തിന്റെ മാധുര്യവും അതിന്റെ റിസൾട്ടും അനുഭവിക്കാൻ കഴിയുമെന്നതിൽ ഒരു സംശയവും വേണ്ട. നോക്ക്, ഷാഫി ഇമാം വഫാത്തായി, വലിയ മഹാനാണ് എന്നുള്ള ആത്മാക്കളുള്ളൂ. ഷാഫി ഇമാം വഫാത്തായതിനു ശേഷം ഖബറിൽ മറവ് ചെയ്തതിനു ശേഷം അന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാർ ഷാഫി ഇമാമിനെ മനാബിൽ കണ്ട് അല്ലാഹു ബിക്, അല്ലാഹു നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോ ഗഫറല്ലാഹു ലി, എനിക്ക് പാപമോചനം തന്നു. അവന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹു എന്നെ പൊതിച്ചു. ലിമൻ ഇൽതഹാദിഹിൽ മർത്തബ, എങ്ങനെയാണ് ഈ ഒരു മർത്തബ, ഈ ഒരു ദർജ നിങ്ങൾക്ക് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോ ബിസ്വലാത്തി, ഞാൻ മുത്തുനബിയുടെ പേരിൽ രചിച്ച ഒരു സ്വലാത്തിന്റെ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ വളരെ വിനയത്തോടുകൂടെ ഉണർത്തുകയാണ്, ഈമാനുള്ള പങ്ങളെ, ഈമാനുള്ള ബമ്പ, വാർഷിക മജ്‌ലിസിൽ മാത്രമല്ല, മാസാന്തം നടക്കുന്ന സ്വലാത്ത് മജ്‌ലിസിൽ എങ്ങനെയാണോ സ്ഥിരമായി ഇവിടെ സ്വലാത്ത് മജ്‌ലിസ് നടക്കാറുള്ളത്, ആ സ്വലാത്ത് മജ്‌ലിസിൽ പങ്കെടുക്കാൻ നിത്യമായി ഇതിന്റെ ഭാഗമാവാനും ഒന്ന് ശ്രമിക്കണേ. അത് വല്ലാത്ത തൗഫീഖാണ്. അർഹമുർ റഹീമീൻ, സ്വലാത്ത് കൊണ്ട് പച്ചയായൊരു നാവ് സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. എത്ര അനുഭവങ്ങൾ സ്വലാത്ത് മജ്‌ലിസ് കൊണ്ട് നേടിയെടുത്തതുണ്ട്. സ്വലാത്തുമായി ബന്ധപ്പെടുന്ന ആളുകളെ നമ്മളെ തന്നെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവരുടെ ജീവിതത്തിലെ വിജയങ്ങൾ കൃത്യമായി ബോധ്യപ്പെടും. എത്ര വലിയ വഴികളിലാണെങ്കിലും ഹബീബായ തങ്ങൾ ആ മനുഷ്യനെ തർബീയത്ത് നടത്തും. ഊരാ കുടുങ്ങിൽ പെട്ടുപോയി, വലിയ തെറ്റുകുറ്റങ്ങളിൽ പെട്ടുപോയി. ഇമാം ഖുർത്തുബി തങ്ങൾ എഴുതി വെച്ചില്ലേ, എത്ര വലിയ ബലാഗ് മുസീബത്താണ് എങ്കിലും ഹബീബായ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, ആ സ്വലാത്തിന് പ്രതിവിധിയാണ്, പരിഹാരമാണ്, ഏത് പ്രതിസന്ധികളിൽ നിന്നും മോചനത്തിനുള്ള മാർഗമാണ്. കാരണോ ഇമാമിങ്ങൾ പലതും വിശദീകരിച്ചില്ലേ, കാരണം സ്വലാത്തുകളില്ലേ, പ്രത്യേകിച്ച് നാരിയത്ത് സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞെടുത്തു. എത്ര വലിയ സിഹറാണെങ്കിലും എത്ര വലിയ രോഗമാണെങ്കിലും അത് പൂർത്തിയായി 4444 നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് ആ വിഷയത്തിൽ നിന്ന് സലാമത്തിന് വേണ്ടി ദുആ ചെയ്താൽ ആ മനുഷ്യനെ റബ്ബ് തട്ടിക്കളയൂല. എനിക്ക് 2 ആഴ്ച മുമ്പ് അഭ്യന്തരായ ഷഫീഖ് ഉസ്താദിന്റെ നാടിന്റെ പരിസരമാണെന്ന് എനിക്ക് തോന്നുന്നു, പിലാക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്വലാത്തിന്റെ വാർഷിക മജ്‌ലിസിൽ, നാരിയത്ത് സ്വലാത്തിന്റെ വാർഷിക മജ്‌ലിസിൽ സംസാരിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചപ്പോ നാരിയത്ത് സ്വലാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും മുതാലഅ ചെയ്തു. അല്ലാഹ് ആ വിഷയങ്ങൾ പഠിച്ച്
അതുമായി വിഷയങ്ങൾ ക്രോഡീകരിച്ചപ്പോൾ ധാരാളം ഫളായില് കണ്ടു. ഉസ്താദുമാരുടെ ക്ലാസ്സുകൾ കേട്ടു നോക്കി. സുബ്ഹാനല്ലാഹ്, നാരിയത്തു സ്വലാത്തിന്റെ മഹത്വം പറയുന്ന എല്ലായിടത്തും ധാരാളം ആളുകളുടെ അനുഭവം അതിന്റെ ചുവട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ക്യാൻസർ മാറിയത്, സിഹറിൽ നിന്ന് മോചനം ലഭിച്ചത്, കടം വീടിയത്, വീടായത്, മക്കളില്ലാത്തവർക്ക് മക്കളായത്, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനുഭവങ്ങൾ അനുഭവസ്ഥലത്തിന്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. മുജറബ് തന്നെ. അർഹമുർ-റഹീമേ, ഞങ്ങൾക്കും സ്വലാത്ത് കൊണ്ട് ധന്യമായൊരു ജീവിതം നീ നൽകണേ അല്ലാഹ്. കരളായ നബിയെ കാണണം, കുളിരാലെ കൽബകം ലംഘനം, അതിനാലെ കണ്ണുകളടയണം, നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കൂട്ടത്തിൽ ഞാൻ ഉണർത്തുകയാണ് ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇത് വാർഷിക മജ്‌ലിസാണല്ലോ. 40 ആളുകൾ ഒരു വേദിയിൽ ഒരുമിച്ച് കൂടിയാൽ അവിടെ റബ്ബിന് ഇഷ്ടപ്പെട്ട ഒരു വലിയുണ്ട്, അല്ലാഹുവിന്റെ ഒരു ഇഷ്ടദാസനുണ്ട്. അതുകൊണ്ട് ആ മജ്‌ലിസ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന മജ്‌ലിസ് ആയിരിക്കുമെന്ന് ഇമാമിങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ? ഇവിടെ 40 അല്ലല്ലോ, അതിനേക്കാൾ കൂടുതൽ ആളുകളില്ലേ? നേരത്തെ ക്രമീകരിച്ച ഷെഡ്യൂൾ അനുസരിച്ച് നടന്നതുകൊണ്ട് അൽഹംദുലില്ലാഹ് ധാരാളം സ്വലാത്തുകൾ നമ്മൾ ചൊല്ലിയില്ലേ, ഹദ്ദാദ് ചൊല്ലിയില്ലേ, ഇശാഇന്റെ ജമാഅത്ത് കഴിഞ്ഞില്ലേ? റബ്ബിന്റെ ഭവനമല്ലേ? എല്ലാ നിലയിലും അല്ലാഹുവിന്റെ മുന്നിൽ കണ്ണും കൽബും ഒന്ന് തിരിച്ചാൽ നാഥനായ റബ്ബ് പരിഗണിക്കുന്ന മജ്‌ലിസാണ്. അർഹമുർ-റഹീമേ, തെറ്റുകുറ്റങ്ങൾ കൊണ്ട് മുത്തുപോയ ഞങ്ങൾ വിനയത്തോടുകൂടെ നിന്റെ ഭവനത്തിൽ വന്ന് അഷ്റഫുൽ ഖൽഖായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് സാധുക്കളായ ഞങ്ങളുടെ ഖൽബ് നിന്റെ മുന്നിൽ തുറക്കുകയാണ്. അല്ലാഹ്, ഈ മജ്‌ലിസിൽ നിന്ന് ഞങ്ങളെ നിരാശരാക്കിനെയും മടക്കരുത് റഹ്മാനേ. പ്രവേശിക്കുന്നതിന് മുമ്പ് ഈമാനുള്ള മുഅ്മിനീങ്ങളെ 1-2 വിശേഷണങ്ങൾ പറയുന്നു. റബ്ബിന്റെ മുമ്പിൽ കൈനീട്ടിയാൽ ആ കൈകൾ റബ്ബ് തട്ടാതെ ഇജാബത്തുള്ളവനായി മാറണോ, ഉത്തരമുള്ളവനായി മാറണോ? ഹബീബായ തങ്ങൾ പറയുകയാണ്, മനിസ്തഗ്ഫറ കുല്ല യൗമിൽ മുഅ്മിനീൻ, എല്ലാ ദിവസവും ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരാൾ പുറക്കലിനെ തേടി 27 മറ, 27 തവണ ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയിട്ട് പുറക്കലിനെ തേടിയാൽ കാന മിനല്ലദീന യുസ്തജാബു ലഹും, അവന് ദുആഇന് ഉത്തരമുള്ളവനായി മാറുമെന്ന് സയ്യിദുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് 27 കണക്കിൽ ചിലതിനൊക്കെ അതത് ഷർട്ടാണ്, ചിലതിന് അതത് ഷർട്ടാണ്. എണ്ണം പറഞ്ഞാൽ ആ എണ്ണം തന്നെ കൃത്യമായി ചൊല്ലണം. ചാവിയുടെ പല്ല് കൂടിയാലും കൂട്ടു പറയൂല, പല്ല് കുറഞ്ഞാലും കൂട്ടു പറയൂല. അങ്ങനെയാണല്ലോ ചാവിയുടെ ശൈലി. എന്നതുപോലെ ചിലതിന് അതത് ഷർട്ടാണ്. 27 തവണ അല്ലാഹുമ്മ ഗ്ഫിർലി വലിവാലിദയ്യ വലിജമീഇൽ മുഅ്മിനീൻ, പടച്ചവനേ എനിക്ക് പുറത്തു തരണേ അല്ലാഹ്, എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു തരണേ അല്ലാഹ്, ലോകത്തുള്ള സകല മുഅ്മിനീങ്ങൾക്കും പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്ന് 27 തവണ ഒരു മനുഷ്യൻ പതിവാക്കിയാൽ അവൻ നാഥനായ റബ്ബിന്റെ മുമ്പിൽ ഒരു വിഷയത്തിന് കൈനീട്ടിയാൽ അല്ലാഹ് കൈകളെ തട്ടിക്കളയൂല. അങ്ങനെ ഞാനല്ല, കളവ് പറയാത്ത നേതാവ് സയ്യിദുൽ വറാ ത്വഹ റസൂലുള്ളാഹി. അല്ലാഹുവേ, ഇജാബത്തുള്ള മജ്‌ലിസാക്കി ഞങ്ങളുടെ മജ്‌ലിസിനെ നീ മാറ്റണേ അല്ലാഹ്. കൂട്ടത്തിൽ ഞാൻ ഉണർത്തുകയാണ്, നാട്ടിലെ ആളുകളെല്ലാം ആ നാട് നീ അംഗീകരിക്കുന്ന ആദരിക്കുന്ന ഒരു മഹാന്റെ അടുത്ത് ചെന്നു. ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ വിഷയം ഏറ്റെടുത്താൽ സംഗതി നടക്കുമോ, ഇല്ലെങ്കിൽ പ്രതീക്ഷയില്ല. നാട്ടിലെല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു മഹാൻ, ആ മഹാന്റെ അടുത്ത് ചെന്നിട്ട് ആളുകൾ സങ്കടം പറഞ്ഞു, നിങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കണോ, സംഗതി കളിമുട്ടുന്നു, നിങ്ങൾ ഏറ്റെടുത്താൽ നടക്കും. അപ്പൊ തിരിച്ച് മഹാൻ ചോദിക്കുകയാണ്, ഞാൻ ഏറ്റെടുത്താൽ നടക്കോ? അതെ, നിങ്ങൾ ഏറ്റെടുത്താൽ നടക്കും. വീണ്ടും വീണ്ടും ചോദിച്ചു, ഞാൻ ഏറ്റെടുത്താൽ ഈ വിഷയം റാഹത്താവുമോ? അതെ, റാഹത്താവും. വിഷയം എന്താണെന്ന് ചോദിച്ചപ്പോ
കുടിവെള്ളമില്ല. നാൽക്കാലി മൃഗങ്ങളെ ചത്തൊടുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. മനുഷ്യരും മരണത്തോടടുക്കുകയാണ്. വെണ്ണ് കഴിഞ്ഞില്ലെങ്കിൽ, മണ്ണ് നനഞ്ഞില്ലെങ്കിൽ ഇനി മനുഷ്യന്മാരും മരിക്കാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഇടപെടണേ, വിഷയത്തിലൊന്ന് ഇടപെടണേ എന്ന് നാട് നീളം അംഗീകരിക്കുന്ന ഒരു മഹാനെടുത്തിയെന്ന് ആളുകൾ പരാതി പറഞ്ഞു. അപ്പൊ മഹാൻ പരാതി പറഞ്ഞ ആളുകളോട് ചോദിക്കാണ്, മനുഷ്യന്മാരെ ഞാൻ ഈ വിഷയം ഏറ്റെടുക്കാതെ നടക്കുമോ? നിങ്ങൾ ഏറ്റെടുത്താൽ നടക്കും 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 എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു. എന്നാൽ എല്ലാവരോടും ഒരു വിജനമായ സ്ഥലത്തേക്ക് വരാൻ പറ. എല്ലാവരെയും ഒരു വിജനമായ സ്ഥലത്തേക്ക് ക്ഷണിച്ചു. സുബ്ഹാനല്ലാഹ്, ആളുകളെല്ലാം ഒരു വിജനമായ സ്ഥലത്ത് ഒരുമിച്ചുകൂടി. വൃദ്ധന്മാരുണ്ട്, വൃദ്ധകളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, കുട്ടികളുണ്ട്. എല്ലാവരും ഒരു വിജനമായ സ്ഥലത്ത് ഒരുമിച്ചുകൂടി. മഴയെ തേടിയുള്ള നിസ്കാരം നിസ്കരിച്ച് ദുആഇന് വേണ്ടി ഒരുങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരുമിച്ചുകൂടി മഹാസംഗീതത്തിലേക്ക് നാട് നീളം അംഗീകരിക്കുന്ന ഈ മഹാനവറുകളെ കൊണ്ടുവന്നപ്പോ ഈ ജനസാഗരത്തോടെ മഹാനവറുകൾ ചോദിക്കുകയാണ്, ഓ നാട്ടുകാരെ, ഞാൻ ഈ വിഷയം റബ്ബിനോട് ആവശ്യപ്പെട്ടാൽ മഴ ലഭിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? ഞാൻ ഈ വിഷയം ആവശ്യപ്പെട്ടാൽ മഴ കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? എല്ലാവരും പറഞ്ഞു ഉറപ്പാണ് ഉറപ്പാണ്. നിങ്ങൾ ഉത്തരം കിട്ടുന്നു. അപ്പൊ ഈ മഹാൻ തിരിച്ചു വെച്ചു, അങ്ങനെയാണെങ്കിൽ ഈ മജ്‌ലിസിലേക്ക് വരുമ്പോൾ കുടയുമായി വന്ന ആരെങ്കിലും ഉണ്ടോ? കൊടയിട്ട് വന്ന ആളുകളുണ്ട്. ഒരാളും കൊടയിട്ട് വന്നിട്ടില്ല. അപ്പം പറഞ്ഞു, പോയടാ ഇയാളെ, ഞാൻ തുറന്ന ഉത്തരം കിട്ടുന്ന നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ നിങ്ങൾ ഈ മജ്‌ലിസിലേക്ക് വരുമ്പോൾ കൊടയിട്ട് വരണ്ടേ? നിങ്ങൾ അല്ലാഹുവോട് കേൾക്കുമ്പോ ഇജാബത്ത് ഉറപ്പിച്ചിട്ട് കേൾക്കണേ. ഇജാബത്ത് പ്രതീക്ഷിച്ചിട്ടില്ല, ഇജാബത്ത് ഉറപ്പിച്ചുകൊണ്ട് കേൾക്കണമെന്ന് സയ്യിദുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ അനുഭവം പറയാണ്. ഞാൻ സേവനം ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പരിസരത്തുള്ള ഒരു 4ാമത്തെ വീട്ടുകാരൻ അബൂബക്കർ എന്നാണ് അവന്റെ പേര്. അവൻ നാദാപുരത്തിൽ ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുകയാണ്. വിവാഹം കഴിഞ്ഞ 6 വർഷമായി, കുട്ടികളില്ല. അവനോട് ആരോ പറഞ്ഞു, ആ സ്ഥാപനത്തിൽ ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലോ, ആ മക്കളെ വെച്ചിട്ടൊക്കെ തുറന്നാൽ ഉത്തരം കിട്ടൂ, ഉസ്താദിനോട് നിന്ന് പറഞ്ഞേക്ക്. അവൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്റെ പേര് അബൂബക്കർ എന്നാണ്, കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി, കുട്ടികളില്ല, ഉസ്താദ് എന്തെങ്കിലും ഒന്ന് ചെയ്തു തന്നെ തുറക്കണേ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നിന്റെ ഭാര്യ എവിടെയാണ്? ഭാര്യ വീട്ടിലുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ താമസിക്കുന്നത്? അതെ. ഗൾഫിലൊന്നും അല്ലല്ലോ? അല്ല, ഞാൻ ആഴ്ചയിൽ വീട്ടിൽ വരൂ. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് തന്നെയാണ് ഉള്ളത്, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് നിന്റെ ബീവിയെ കൂടെ ഒന്ന് കാണണോ? അവളെ കൂട്ടിയിട്ട് എനിക്ക് സ്ഥാപനത്തിൽ വായെന്ന്. രണ്ടുപേരും വന്നു. ഞാൻ അവരോട് വിശേഷങ്ങൾ ചോദിച്ചു. അവരപ്പോഴേക്ക് 10,000 ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് കാര്യം ചോദിച്ചു, ആർക്കാണ് കുഴപ്പമോ? പെണ്ണിനാണോ നിനക്കാണോ? മെഡിക്കൽ സയൻസിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് കൗണ്ടില്ല എന്നാണ് ഡോക്ടർമാര് പറയുന്നത്. നിലവിൽ എവിടെയാണ് ചികിത്സ നടത്തുന്നത്? ബത്തേരിയിൽ അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെ ചികിത്സിച്ചത് പലർക്കും കുട്ടികളായി കേട്ടപ്പോ അവിടെ പോയതാണ്. ഞാൻ പറഞ്ഞു, എന്നാ ഞാൻ പറയുന്നതൊന്ന് ഹൃദയം കൊണ്ട് കേൾക്കുമോ? ഞാൻ പറയുന്ന വിഷയം ഒന്ന് ഹൃദയം കൊണ്ട് കേൾക്കാൻ ഒരുക്കമാണോ? അവര് പറഞ്ഞു, അതുകൊണ്ടല്ലേ ഉസ്താദേ നിങ്ങളോട് വന്നത്, എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തോളാം. ഞാൻ അവനോട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ ചോദിച്ചു, മോനെ അബു, നിന്നെ പടച്ചതാരാണ്? റബ്ബാണല്ലേ, ഒരു സംശയമില്ലല്ലോ? ഇല്ല. നിന്നെ പടച്ചിത്രയും വളർത്തി വലുതാക്കിയിട്ട് നിനക്ക് വിവാഹം കഴിക്കാനുള്ള തൗഫീഖ് എന്നതാരാ? റബ്ബാണല്ലേ. നിനക്കും നിന്റെ ഭാര്യയ്ക്കും ഒരുമിച്ച് കഴിയാനുള്ള ഭാഗ്യം എന്നതാരാ? റബ്ബാണല്ലേ. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ഖുവ്വത്ത് എന്നതാരാ? റബ്ബാണല്ലേ. ഇതിനെല്ലാം തോക്കത്തുള്ള റബ്ബിന് നിന്റെ ശരീരത്തിൽ എന്തോ ഒരു ബാക്ടീരിയയുടെ കുറവുണ്ട്, ഒരു അണുവിന്റെ കുറവുണ്ട്. ഈ കുറവ് നികത്താൻ അല്ലാഹുവെ കൊണ്ട് കഴിയൂല എന്നാണോ മോനെ നിന്റെ ചിന്തയുള്ളത്? റബ്ബിന് കഴിയൂല എന്നാണോ നീ വിചാരിക്കുന്നത്? ഞാൻ ഈ വിശേഷം അങ്ങനെ ഉപദേശിച്ചപ്പോ അവന്റെ കണ്ണ് നിറഞ്ഞു, അവന്റെ ഭാര്യയുടെ കണ്ണ് നിറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ മുമ്പിൽ കരയാൻ വേണ്ടി പറഞ്ഞതല്ല, ഈ കണ്ണുനീര് റബ്ബിന്റെ മുമ്പിൽ വിടാൻ. അല്ലാഹുവിന്റെ മുമ്പിൽ ഈ കണ്ണും കൽബും ഒന്ന് തുറന്നാൽ കൂട്ടുകാരാ, റബ്ബ് കരിയും. റബ്ബ് കരിഞ്ഞാൽ തടയാൻ ഒരാൾക്കും കഴിയൂല. റബ്ബ് തടഞ്ഞാലോ കരിയാനും ഒരാൾക്കും കഴിയൂല. എന്നിട്ട്
സഹാബത്തിന് പറ്റുന്ന വിധത്തിൽ ഞാനൊരു ദിക്റും വലായത്തും പറഞ്ഞു കൊടുത്തു. ഈമാനുള്ള പെങ്ങളെ ഹൃദയം കൊണ്ടൊന്ന് കേൾക്കണേ. അവിടെ നിന്ന് പോയി ഒരു മാസം പിന്നിട്ടില്ല. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ആ പെണ്ണ് ഗർഭിണിയായി. പെണ്ണിന് വിശേഷമായി. ഞാൻ അവനോട് പറഞ്ഞു, ഇനി മരുന്ന് കുടിക്കേണ്ടതില്ല. മരുന്ന് കുടിച്ചാൽ റിസൾട്ട് തരാതെ റബ്ബാണല്ലോ. ഇനി ആ വിഷയത്തിന് കാശ് ചെലവഴിക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു അഭിപ്രായം പറയാം. നിനക്ക് അതുപോലെ ചെയ്യാൻ കഴിയുമെങ്കിൽ നീ ചെയ്തോളൂ. ഞാൻ ആ കൂട്ടുകാരനോട് പറഞ്ഞു, ധാരാളം കാശ് ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചില്ലേ മോനെ, ഇനി നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ ഭാര്യയ്ക്ക് വിശേഷമായി കഴിഞ്ഞാൽ ചികിത്സയ്ക്ക് വേണ്ടി ധാരാളം പണം മുടക്കിയ നീ നിനക്ക് കഴിയുന്ന ഒരു സംഖ്യ കണ്ടുകൊണ്ട് ഹറാം ചെയ്യാത്ത ഒരു മനുഷ്യന് നൽകണേ. കണ്ണുകൊണ്ട് ഹറാം ചെയ്യാത്ത ഒരാൾക്ക് നൽകുക. അദ്ദേഹം ചോദിച്ചു, മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്തവരുണ്ടാവും. അവര് കണ്ണുകൊണ്ട് ഹറാം ചെയ്തിട്ടില്ലല്ലോ. അവർക്കൊരു കാശ് കൊടുത്താൽ അവരുടെ ഹൃദയത്തിൽ നിന്നൊരു അൽഹംദുലില്ലാ വരും. അതിന് തീയിനേക്കാൾ പവർ ഉണ്ടാവും മോനെ, കാറ്റിനേക്കാൾ പവർ ഉണ്ടാവും മോനെ. അതുകൊണ്ട് ചികിത്സയ്ക്ക് വേണ്ടി നീ മുടക്കിയ ധാരാളം പണമില്ലേ, അതിനേക്കാൾ വലിയ ട്രീറ്റ്മെന്റ് ഇതാവട്ടെ എന്ന് പറഞ്ഞു. കൂട്ടുകാരന്റെ ഭാര്യയ്ക്ക് വിശേഷമായി. ഇപ്പോ ഇന്നല്ല, 2 വർഷമായി. ഞാൻ പറഞ്ഞു വന്നത് കോഴിമുട്ട ചെയ്തല്ലോ, കരിക്ക ചെയ്തല്ലോ, വേറെ പണിയൊന്നും കൊടുത്തിട്ടില്ലല്ലോ. റബ്ബിനെ പറ്റിയിട്ട് ഒരു പ്രതീക്ഷ കൊടുത്തിട്ട് മോനെ, നിന്നെ പടച്ചാൽ നിന്റെ ദാമ്പത്യ ജീവിതത്തിന് തൗഫീഖ് തന്ന, എല്ലാത്തിനും തോക്കത്ത് തന്ന റബ്ബ് നിന്റെ ശരീരത്തിൽ ഒരു ബാക്ടീരിയയുടെ കുറവുണ്ട്, ഒരണുവിന്റെ കുറവുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിയന്ത്രിക്കാൻ, ഇല്ലാത്തത് ഉണ്ടാക്കാൻ അല്ലാഹുവിന് കഴിയൂലേ മോനെ എന്ന് പറഞ്ഞതാണ്. റിസൾട്ട് അനുഭവിച്ചില്ലേ? ഈമാനുള്ള മുഅ്മിനീങ്ങളെ ഞാൻ പറയുന്നു, നല്ല പ്രതീക്ഷയോടുകൂടെ, നല്ല യഖീനോടുകൂടെ, ആത്മാർത്ഥമായി റബ്ബിന്റെ മുമ്പിൽ കൈനീട്ടിയാൽ അല്ലാഹ് തട്ടിക്കളയൂല. ചോദിക്കേണ്ടതുപോലെ ചോദിക്കാൻ കഴിയാന്നുള്ളതാണ്. ചില സംസാരങ്ങൾ അങ്ങനെയാണ്, ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ അല്ലാഹ് തട്ടൂല. മദീനത്തെ പള്ളിയിൽ സ്വഹാബത്തെ കിറാം സുബ്ഹാനല്ലാഹ് നമസ്കാരം കഴിഞ്ഞ് മദീനത്തെ പള്ളിയുടെ പൂമുഖത്തിരിക്കുകയാണ്. ജമാഅത്ത് കഴിഞ്ഞ് പള്ളിയുടെ പൂമുഖത്ത് സ്വഹാബത്തിരിക്കുമ്പോൾ ഒരു അഅറാബിയായ മനുഷ്യൻ പള്ളിയിലേക്ക് വരുന്നു. അഅറാബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആദിവാസി എന്ന് പറയാം. ആദിവാസി എന്ന് പറയാനുള്ള കാരണം അയാളുടെ ഇണക്കവും പിണക്കവും സമ്പർക്കമൊക്കെ കാടുമായിട്ടാണ്. നാട്ടിൽ എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പട്ടണത്തിൽ വന്നാൽ തന്നെ കാര്യം കഴിഞ്ഞാൽ കാട്ടിലേക്ക് വളർന്നു. ഇങ്ങനെയാണല്ലോ ആദിവാസികളുടെ ശൈലി. നാട്ടിലല്ലോ അവരുടെ ഇണക്കവും പിണക്കമൊക്കെ. അഴകാവിയായ മനുഷ്യന്നാൽ പല മടങ്ങളിൽ നാടിനെയും ഒട്ടകത്തിനെയൊക്കെ വെച്ച് കഴിയുന്നയാളാണ്. അപൂർവമായിട്ടേ നാടുകളിൽ വരൂ. അഴകാവിയായ ഒരാൾ ഒട്ടകം പിടിച്ച് പള്ളിയിലേക്ക് വന്നു. ഒട്ടകപ്പുറത്ത് പള്ളിയിലേക്ക് വന്നു. എന്നിട്ട് ഈ മനുഷ്യൻ താൻ സഞ്ചരിച്ചു വന്ന തന്റെ ഒട്ടകത്തിനെ പള്ളിയിൽ നിന്നൊരു നിശ്ചിത അകലത്തിൽ കെട്ടിയിട്ട് പള്ളിയിലേക്ക് കയറി. നിസ്കാരം കഴിഞ്ഞു. പുറത്തിറങ്ങി നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, തന്റെ ഒട്ടകം ഇവിടെയില്ല. നിസ്കാരം കഴിഞ്ഞ് പുറത്തു നോക്കുമ്പോൾ ഒട്ടകമില്ല. സ്വഹാബത്ത് പറയാൻ ഞങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്റെ ചെരുപ്പ് പുറത്തു വെച്ചു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അഭിനന്ദനോട് ചോദിച്ചു, ചെരുപ്പ് ഇവിടെ സെൽഫിലുണ്ട്, അത് കാണിച്ചു തന്നു. എന്റെ ചെരുപ്പ് അവിടെ കാണുന്നില്ല. ഞാൻ പറയുന്നതായിരിക്കും, ഞാൻ എന്റെ ചെരുപ്പ് ഇവിടെ വെച്ചിരുന്നു. നിങ്ങൾ ആരെങ്കിലും ആ ചെരുപ്പ് എടുത്തിട്ടുണ്ടോ? ആരെങ്കിലും മാറിയെടുത്തിട്ടുണ്ടോ? മാറിപ്പോയതാവുമ്പോ ചെരുപ്പ് കാണുന്നില്ലല്ലോ എന്ന് പരാതി പറയൂലേ? ഈ മനുഷ്യൻ പുറത്തിറങ്ങി. ഒട്ടകത്തെ കെട്ടിയിടത്ത് ഒട്ടകത്തെ കാണുന്നില്ല. സ്വഹാബത്ത് പറയാണ്, ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങളുടെ അടുത്തൊന്ന് ചോദിക്കുമെന്നാണ്, പക്ഷേ ഞങ്ങളോടൊന്നും ചോദിച്ചില്ല. ഒട്ടകം കെട്ടിയിട്ടിറക്കി എന്നിട്ടൊന്ന് പരിസരമെല്ലാം ഒന്ന് നോക്കി, അങ്ങനെയൊന്ന് നോക്കി, എവിടെയും ഒട്ടകം കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ മനുഷ്യൻ മുന്നിലേക്ക് കൈ ഉയർത്തിയിട്ട് യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്
എന്റെ റബ്ബേ നീ പറഞ്ഞ പണി ഞാൻ എടുത്തല്ലോ എന്നോട് സംസ്കരിക്കാൻ പറഞ്ഞു ഞാൻ പള്ളിയിൽ വന്ന് സംസ്കരിച്ചു പള്ളിയിലേക്ക് കയറുമ്പോ ഞാൻ എന്റെ ഒട്ടകത്തെ അമാനത്താക്കി നിന്നെ ഏൽപ്പിച്ചുള്ളിൽ കയറിയതാണ് ഈ പറഞ്ഞ അമാനത്ത് ഞാൻ വഹിച്ചില്ലേ ഞാൻ നിന്നെ ഏൽപ്പിച്ച എന്റെ അമാനത്ത് എവിടെയല്ലോ എന്നെ ഏൽപ്പിച്ച പണി ഞാൻ എടുത്തില്ലേ എന്നെ ഞാൻ ഏൽപ്പിച്ച എന്റെ അമാനത്ത് എവിടെയെന്ന് ചോദിച്ചു തന്നില്ല സ്വഹാബത്ത് പറയുകയാണ് മാഷാ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി പള്ളിയുടെ പൂമുഖത്തിരിക്കുന്ന ഞങ്ങളുടെ കണ്ണിൽപ്പെടാതെ ഈ അറാബിയായ മനുഷ്യന്റെ ഒട്ടകം മോഷ്ടിച്ചു കൊണ്ടുപോയ കൂലാൻ ശിക്ഷ നടപ്പാക്കപ്പെട്ടവനായ ഒരു കൈ ഛേദിക്കപ്പെട്ട് മറുകൈ കൊണ്ട് ഒട്ടകത്തിന്റെ മൂക്കയറും പിടിച്ച് പള്ളിയിലേക്ക് നടന്നു വരുന്നു ഈ അറാബിയുടെ കയ്യിലേക്ക് വാഹനം കൊടുക്കുന്നു ഞങ്ങൾ മൂന്നത്ത് വേറെ വെച്ച് പോയി ഒപ്പേ കാഴ്ചക്കൊരു ദൗർത്തിയെന്ന മനുഷ്യനാണ് അങ്ങാടിയുമായി ബന്ധമില്ലാത്തവനാണ് പരിഷ്കർത്താവല്ലാത്തവനാണ് ഒരു സാധുവായ മനുഷ്യൻ പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞ് തന്റെ ഒട്ടകം വിസ്മയപ്പോൾ നേരിട്ട് റബ്ബിനോട് വിഷയം പറഞ്ഞു തീർന്നില്ല അപ്പോഴേ അദ്ദേഹത്തിന്റെ വാഹനം തിരികെ ലഭിക്കുകയാണ് ഒട്ടകത്തിന്റെ മൂക്കേറെ പിടിച്ച് പള്ളിയിലിരിക്കുന്ന ഞങ്ങളോട് സലാം പറഞ്ഞു ഒരു ഭാവഭേദവുമില്ലാതെ രൂപമാറ്റവുമില്ലാതെ ആ മനുഷ്യനക്ക് സലാം പറഞ്ഞ് തിരിഞ്ഞുപോയി ഞാനൊന്ന് പറയട്ടെ പെങ്ങളെ ഞാനൊന്ന് പറയട്ടെ കൂട്ടുകാരാ കഴിവുണ്ടോ ഉണ്ടെങ്കിലേ ഹജ്ജ് ചെയ്യണ്ടൂ കഴിവുണ്ടെങ്കിലേ ഹജ്ജ് നിർബന്ധമുള്ളൂ കഴിവുണ്ടെങ്കിലേ സകാത്ത് കൊടുക്കേണ്ടതുള്ളൂ ആരോഗ്യമുണ്ടെങ്കിലേ നോമ്പെടുക്കേണ്ടതുള്ളൂ പക്ഷേ നിസ്കാരം അങ്ങനെയല്ലല്ലോ ജീവന്റെ തുടിപ്പ് ശരീരത്തിൽ ബാക്കിയുണ്ടോ ബുദ്ധിക്ക് വെളിയുണ്ടോ കിടക്കുന്ന ബെഡിൽ കാഷ്ടിക്കുകയാണ് ഒന്നിക്കുകയാണ് ശരീരം മുഴുവൻ നജസിലാണ് എന്നാലും നിസ്കാരം ഒഴിവാകൂല ഒരു ബോധവുമില്ലല്ലോ അല്ലേ ഒരു ബോധവുമില്ലല്ലോ സാറേ ശരീരം മുഴുവൻ തലക്കടക്കുകയല്ലേ ശ്വാസം കിടന്ന പിടിപ്പില്ലാതെ ഇമ വെട്ടുന്നതല്ലാതെ മറ്റൊരനക്കവുമില്ലല്ലോ മോനെ കൂട്ടുകാരാ കിടക്കുന്ന രോഗിക്ക് ബോധമുണ്ടെങ്കിൽ ബുദ്ധിക്ക് വെളിവുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിലും നിസ്കാരം അവന് അനിവാര്യമാണ് അതുകൊണ്ട് ഈമാനുള്ള പെങ്ങളെ ഒരു കാരണവശാൽ നിസ്കാരം കളവായി പോകുന്ന സാഹചര്യം ഉണ്ടാവരുത് ചെറുപ്പക്കാരെ നിസ്കാരം കളവാകുന്ന സാഹചര്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല പിന്നെയല്ലേ നിസ്കാരം ഒഴിവാകൽ എന്നുള്ളത് ഈമാനുള്ള മുന്നിൽ ഒരു കാരണവശാലും ചിന്തിക്കാൻ കഴിയാത്തതാണ് നിസ്കാരം കളവാക്കല് തന്നെ ചെറിയതാണ് തൗബയില്ലാതെ നോക്കപ്പെടാത്ത തെറ്റാണ് അതുകൊണ്ട് ഞാൻ എന്റെ സംസാരം ഹൃദയം കൊണ്ട് കേൾക്കുന്ന മുത്തുമുഅ്മിനീങ്ങളോട് വളരെ വിനയത്തോടുകൂടെ ഉണർത്തുകയാണ് നിസ്കാരം എന്ന റബ്ബ് ഏൽപ്പിച്ച അമാനത്ത് കൃത്യമായി നിർവഹിച്ചതിന് ശേഷം ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്തിയതിന് ശേഷം യജമാനായ റബ്ബിന്റെ മുമ്പിൽ കൽവൊന്ന് തുറന്നാൽ കണ്ണൊന്ന് നിറഞ്ഞാൽ ഒരൽപസമയം രാജാവായ റബ്ബിനോടൊന്ന് സംവദിച്ചാൽ മോളെ ഉണ്ടാവുന്നൊരു ഹരമുണ്ട് ഉണ്ടാവുന്നൊരു രസമുണ്ട് ഉണ്ടാവുന്നൊരു കുളിർമയുണ്ട് അത് വാക്കുകളെ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയൂല ഞാനൊന്ന് ചോദിക്കട്ടെ ഇന്ന് കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചില്ലേ നമ്മുടെ നാട്ടിലേക്ക് ഒരു ഭരണാധികാരി കയറി വന്നിട്ട് ആ ഭരണാധികാരിയോട് 5 മിനിറ്റ് സമയം ഒന്ന് പേഴ്സണലായി സംസാരിക്കാൻ പറ്റിയാൽ നമുക്കതൊരു സന്തോഷമാണ് എങ്കിൽ അതൊരു അഹങ്കാരമാണ് എങ്കിൽ അതൊരു ഫഖറാണ് എങ്കിൽ ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഡോക്ടറെ സമീപിച്ചു ഡോക്ടർ ഒരു 10 മിനിറ്റ് സമയത്തിനോട് വിശേഷങ്ങൾ
ചോദിച്ചാൽ പുറത്തിറങ്ങിയിട്ട് നീ പറയില്ലേ ആ ഡോക്ടറുടെ വിശേഷം ചോദിക്കലിൽ തന്നെ പകുതി രോഗമൊക്കെ മാറിപ്പോയി. എന്തൊരു നല്ല സമീപനമാണ്, എന്തൊരു നല്ല ഡോക്ടറാണ്. ഒരു തിരക്കുമില്ല, ഒരു ജാടയുമില്ല. പറയില്ലേ മോളെ? എന്നാ ഞാനൊന്ന് ചോദിക്കട്ടെ, രാജാവായ റബ്ബിനേക്കാൾ വലിയ ഡോക്ടറില്ലല്ലോ. രാജാതിരാജനായ റബ്ബിന്റെ മുന്നിൽ തങ്ങളെ പടപ്പും പടച്ചറപ്പും മാത്രമാകുന്നൊരു നിമിഷോ, അടിമയും ഉടമയും മാത്രമാകുന്നൊരു നിമിഷോ, അങ്ങനെ ഒരു 10 മിനിറ്റ് സമയം റബ്ബിനോളം അടുത്തു നോക്കൂ മോളെ. അള്ളാന്റെ മുമ്പിലൊന്ന് ചെലവഴിച്ചു നോക്കൂ. റബ്ബിന്റെ മുമ്പിലൊന്ന് സമയം കണ്ടെത്തി നോക്കൂ ചെറുപ്പക്കാരാ. അതിനോളം വരില്ല ഒരു സുഖവും, അതിനോളം വരില്ല ഒരു ആനന്ദവും. വല്ലാത്ത ലഹരി തന്നെ. റബ്ബിനോട് ഇഷ്ടം തോന്നിയിട്ട് അല്ലാഹുവിലേക്ക് നീയൊന്ന് അടുക്കാൻ വേണ്ടി ഒരു ചാട് വെച്ചാൽ ഹബീബായ തങ്ങൾ പറയാണ്, അല്ലാഹ് നിന്നിലേക്ക് ഒരു മുഴമെടുക്കും കേട്ടോ. നീ റബ്ബിലേക്ക് ഒരു സ്റ്റെപ്പ് വെച്ചാൽ അല്ലാഹ് നിന്നിലേക്ക് 10 സ്റ്റെപ്പ് വെക്കും കേട്ടോ. അതുകൊണ്ടല്ലേ പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ അല്ലാഹു 10 ദിവസങ്ങളെ സംവിധാനിച്ചത്. ആ ദിവസങ്ങളിലേക്കല്ലേ നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത്. ഈ സദസ്സിൽ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നത് ആരും എന്ന് ചോദിച്ചാൽ എല്ലാവരും കൈകൊണ്ടുമല്ലേ? എന്നാ ഞാനൊന്ന് തിരിച്ചു ചോദിക്കുകയാണ്, ഈ സദസ്സിൽ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ ആരുണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ ആ കൂട്ടത്തിൽ വിടുമെന്ന് ഉറപ്പുള്ളവരുണ്ടോ? അതിന് കൈവക്കാൻ ധൈര്യമുള്ളവരുണ്ടോ? ഈമാനുള്ള ചെയ്യുന്ന സുഹൃതങ്ങൾ രാജാതിരാജനായ റബ്ബിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. മാമിൻ അയ്യാമിൻ അഹബ്ബു ഇലല്ലാഹി അൽഅഅ്മാലു സ്വാലിഹത്തു ഫിഹാ മിൻ ഹാദിഹിൽ അയ്യാം. ഈ 10 ദിവസം ചെയ്യുന്ന ഏത് സുഹൃതങ്ങളുണ്ടെങ്കിലും അത് റബ്ബിന് വല്ലാത്ത ഇഷ്ടമാണ്. രാജാതിരാജനായ റബ്ബ് വല്ലാതെ പരിഗണിക്കുന്നതാണ്. അതുകൊണ്ട് മക്കളെ, ഈമാനുള്ള ഈ മാസത്തിന്റെ ആദ്യ 10 ദിനരാത്രങ്ങൾ ഒന്നും മുതലെടുക്കണേ. റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണേ. അതിനൊന്ന് സമയം കണ്ടെത്തണേ. പ്രത്യേകിച്ച് 10 ദിവസങ്ങളിൽ ചൊല്ലേണ്ട ദിക്ർ അർബഉ കലിമാത്തിൻ ബഅദൽ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ കലിമത്തുകൾ നാലല്ലേ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്ർ 10 ദിവസങ്ങളിൽ ധാരാളം ചൊല്ലണമെന്ന് മുത്തുനബി പറഞ്ഞതല്ലേ? പറഞ്ഞു വെച്ചു എന്ന് മാത്രമല്ലല്ലോ, ഹബീബായ തങ്ങൾ വാഗ്ദാനം ചെയ്ത പ്രതിഫലം ഈ ദിക്റിന് മഖ്ബൂലായ ഹജ്ജിന്റെ കൂലി കിട്ടുമെന്നില്ലേ? സ്വർഗ്ഗത്തിൽ ഒരു ഉദ്യാനം തീർക്കാൻ കഴിയുമെന്നില്ലേ? അതുകൊണ്ട് ചൊല്ലണേ മക്കളെ, റബ്ബിലേക്കൊന്ന് അടുക്കാൻ വേണ്ടി ശ്രമിക്കണേ കൂട്ടുകാരാ. ഖബറുകളിൽ സംസാരിച്ചിരുന്ന് അധികാരിയാര്, മുഖ്യാധികാരിയാര്, വിഭജനം കഴിഞ്ഞതാക്കി എന്നൊക്കെ ചർച്ച ചെയ്യുന്നത് നല്ലതല്ല എന്ന് ഞാൻ പറയുന്നില്ല, നല്ലതാണ് എന്നും ഞാൻ പറയുന്നില്ല. അതൊന്നും നമ്മൾ പേഴ്സണലായി ബാധിക്കുന്ന വിഷയമായി കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് ആഖിറത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ, ഖബറിലേക്കുള്ള മുന്നൊരുക്കങ്ങൾ, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ കൂട്ടുകാരെ അതിനൊന്ന് സമയം കണ്ടെത്തിയാൽ അവിടെയാണ് നമ്മുടെ വിജയോ. കൂട്ടത്തിൽ ഞാൻ ഉണർത്തുകയാണ്, എല്ലാ മഹല്ലുകളിലും ബലികർമ്മം ഉണ്ടാകും, നമ്മുടെ നാട്ടിലും ബലികർമ്മം ഉണ്ടാകും. ബലി പെരുന്നാൾ എന്നല്ലേ പറയുന്നത് തന്നെ, ബലിയില്ലാത്ത പെരുന്നാളിന് ബലി പെരുന്നാളെന്ന് പറയില്ലല്ലോ.
അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് ബലിയറുക്കാൻ കഴിയുന്നവർ സ്വന്തമായി ബലിയറുക്കണം. ഇനി അതിലേക്ക് അറിയാത്തവർ ബലിയിൽ ഒരു ഓഹരിയേറണം. ഒരു വർഷം ചേർന്നാൽ 7 വർഷം തുടരാവുകണമുള്ളത് തെറ്റായ ധാരണയാണ്. അത് തെറ്റിദ്ധാരണയാണ്. അങ്ങനെയില്ല. കഴിയുന്ന വർഷം ചേർന്നാൽ മതിയാവുത്താൽ മതി. കാലങ്ങൾ കാത്തിരുന്ന് കരിഞ്ഞു നൽകിയ കുഞ്ഞുമോന്റെ കഴുത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാം റബ്ബിന്റെ വഴിയിന് വേണ്ടി അല്ലാഹു വലുത്, രാജാതിരാജനായ റബ്ബാണ് വലുത് എന്ന് ഉച്ചൈസ്തരൻ ചൊല്ലിയിട്ട് തട്ടിവെക്കാൻ മുതിർന്നതല്ലേ. സ്വന്തം മക്കളാവുകാനല്ലോ പറയുന്നത്. ഖുർആൻ പറഞ്ഞില്ലേ, വജഅൽനാ ലികുല്ലി ഉമ്മത്തിൻ മൻസകാ. എല്ലാ സമുദായത്തിനും നമ്മൾ അളവ് വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ വെക്കാനുള്ളതാണ്? ആടുമാടൊട്ടകങ്ങള് നിങ്ങൾക്ക് ഭക്ഷണയോഗ്യമാക്കിയിട്ട് നമുക്ക് സംവിധാനിച്ചില്ലേ. അതിനുള്ളൊരു നന്ദി എന്ന വിധത്തിൽ നിങ്ങളെ ബലിയറുകളെന്ന് സൂറത്തുൽ ഹജ്ജിന്റെ 34-ാമത്തെ വചനം തൊട്ട് നമുക്ക് പഠിപ്പിക്കുന്നില്ലേ. വൽബുദ്ന ജഅൽനാഹാ മിൻ ശഅഇരില്ലാഹ്. അല്ലാഹു പറഞ്ഞില്ലേ, പള്ളി റബ്ബിന്റെ ദീനിന്റെ അടയാളമാണെങ്കിൽ, കഅബ ദീനിന്റെ അടയാളമാണെങ്കിൽ, മുത്തനബി ദീനിന്റെ ശിആറാണെങ്കിൽ, ഉദയത്തിന് വേണ്ടിയുള്ള പരിമളങ്ങൾ അതും റബ്ബിന്റെ ദീനിന്റെ ശിആറാണ്. വമൻ യുഅദ്ദിം ശഅഇറല്ലാഹ്. ആ ശിആറുകളെ ഒരാൾക്ക് ബഹുമാനിക്കാൻ കഴിഞ്ഞാൽ, ഒരാൾക്ക് അതിനെ ആദരിക്കാൻ കഴിഞ്ഞാൽ, ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അത് ഹൃദയത്തിന്റെ തഖ്വയാണ്, മനസ്സിൽ നട്ടിയ തഖ്വയാണെന്ന് പരിശുദ്ധ ഖുർആൻ. അതിന് കഴിയില്ലല്ലോ ഉസ്താദേ, അതിന് ധാരാളം സമ്പാദ്യം കണ്ടതില്ല. 4 ദിവസത്തോളം പെരുന്നാളെടുക്കോ, അയ്യാമത്തെ ശരീരത്തിന്റെ ദിവസങ്ങളെടുക്കോ, തനിക്കും തന്റെ ആശ്രിതർക്കും കഴിക്കാനുള്ള ഭക്ഷണമുണ്ടെങ്കിൽ, അതിനുള്ള ചിലവിനുള്ള മാർഗമുണ്ടെങ്കിൽ, കടമൊന്നുമില്ല എങ്കിൽ, അല്ലെങ്കിൽ കടമുണ്ട് വീട്ടാനുള്ള വഴികൾ ഇപ്പുറത്ത് വേറെയുണ്ടെങ്കിൽ, അവർക്കും കഴിവുള്ള ഇനത്തിൽപ്പെട്ടവരാണ്. അവര് ബലികർമ്മത്തിൽ പങ്കെടുക്കണോ? കഴിവുണ്ടായിട്ട് ബലികർമ്മത്തിൽ പങ്കെടുത്തില്ല എങ്കിൽ, കഴിവുണ്ടായിട്ട് ഒരാൾ ബലികർമ്മത്തിൽ ചേർന്നില്ല എങ്കിൽ അവര് ബലിപെരുന്നാൾ നിശ്ചയിക്കാൻ പള്ളിയിൽ വരേണ്ടതില്ല. ഈ ഹദീസിനെ നിർവഹിച്ച് മദ്ഹബിന്റെ മറ്റ് ഇമാമിങ്ങൾ ഉമരിയത്ത് നിർബന്ധമാണെന്ന് അഭിപ്രായം പറഞ്ഞതില്ലേ. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടില്ലേ. ഇമാമുൽ മുഅ്മിനീങ്ങളെ, നമ്മുടെ മദ്ഹബിൽ മുഅക്കദായ സുന്നത്താണ്, ഒഴിവാക്കേണ്ടതല്ല. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കാൻ പോവുകയാണ്. മനസ്സിലേക്ക് ഒരു ഉദാഹരണം പറയുന്നു. നിങ്ങൾ അമേരിക്കയിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ സൗദിയിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഖത്തറിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് പരിചയമുള്ളവരും അവിടെയില്ല, ഭാഷ അറിയൂല, ആ ദേശം നിങ്ങൾക്കറിയൂല, ആ നാടിന്റെ കൾച്ചർ എന്താണെന്ന് നിങ്ങൾക്കറിയൂല. എങ്കിൽ ആ നാട്ടിലേക്ക് ആദ്യമായി പോകുമ്പോൾ നിങ്ങൾക്കൊരു ബേജാറുണ്ടാവുമല്ലേ, ആശങ്കകൾ ഉണ്ടാവുമല്ലേ, എന്ത് ചെയ്യണമെന്ന ചോദ്യം നിങ്ങളുണ്ടാവുമല്ലേ, അവിടെ എത്തിയിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ചിന്തയുണ്ടാവുമല്ലേ. എന്നാൽ നേരെ മറിച്ച് പരിചയമില്ലാത്ത ആ നാട്ടിലേക്ക് നിങ്ങൾ പോയിട്ട് എയർപോർട്ടിൽ നിങ്ങളും ഇറങ്ങിയ ഉടനെ സുന്ദരമായൊരു വാഹനവുമായി നിങ്ങളെ സ്വീകരിക്കാൻ ഒരാളവിടെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ആനയിക്കാൻ ഒരാളവിടെ ഉണ്ടെങ്കിൽ, പോകുന്ന നിങ്ങൾക്കൊരാശ്വാസമായിരിക്കണമെന്നതിൽ ഒരു സംശയവുമില്ലല്ലോ. ഒരുക്കി വെക്കണേ കൂട്ടുകാരാ. പരികർമ്മം നടത്തിയ മൃഗോ എല്ലാവരും പങ്കെടുക്കുന്ന പേടിച്ച് കാച്ചു നിൽക്കുന്ന കോട്ടറിൽ നിനക്ക് ധൈര്യമായി സഞ്ചരിക്കാനുള്ള നല്ല വാഹനമനേ
ഈശ്വരീയവാനമാനേ ഇനി ധാരാളം മറവിലെ മക്കളെത്തിക്കൊണ്ടേക്കിയോ മുഖ്യമന്ത്രി നമ്മുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ മുഖ്യമന്ത്രി മാത്രം വരാറില്ല, അകപ്പടിയായി സേവിച്ച ധാരാളം വാഹനങ്ങളും മുന്നിലുണ്ടാകും, ധാരാളം വാഹനങ്ങളും പിറകിലുണ്ടാകും. നീ അറിവ് നടത്തിയ പരിമൃഗങ്ങളില്ലേ, അതിലേറ്റവും നല്ല പരിമൃഗം നിന്റെ വാഹനമാകും. ബാക്കിയുള്ള പരിമൃഗങ്ങൾ നിനക്ക് അകപ്പടിയായി ആഹ്റത്തിൽ നിന്ന് സേവിക്കുമെന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈമാനുള്ള മുഅ്മിനീങ്ങളെ ദുൽഹിജ്ജ മാസം വെറുതെയാക്കരുത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ദിക്ർ ധാരാളം ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണേ. നോമ്പെടുക്കാൻ കഴിവുള്ളവർ നോമ്പെടുക്കണേ. ദുൽഹിജ്ജ ആദ്യ പത്തിലുള്ള ഒരു നോമ്പിന് ഒരു വർഷത്തെ നോമ്പിന്റെ കൂലിയാണ്, 9 നോമ്പിന് 2 വർഷത്തെ നോമ്പിന്റെ കൂലിയാണ്. സാന്ദർഭികമായി ഞാൻ പറയുകയാണ്, അറഫയുടെ ദുൽഹിജ്ജ 9, അതായത് അറഫയുടെ നോമ്പില്ലേ, ആ നോമ്പൊരാൾക്ക് എടുക്കാൻ കഴിഞ്ഞാൽ ഒരു വർഷം കൂടെ അയാൾ ജീവിക്കുമെന്നതിന്റെ തെളിവാണ് നോമ്പെടുത്തത് എന്ന് എഴുതി വെച്ചതായി കാണാം. ഞാൻ പറഞ്ഞതല്ല, അവരതിന് ന്യായം പറഞ്ഞത്. അറഫയുടെ നോമ്പ് കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ ഓർമ്മിക്കൂ, വരാനുള്ള ഒരു വർഷത്തെ പാപങ്ങളും ഓർമ്മിക്കൂ. വരാനുള്ള ഒരു വർഷത്തെ പാപങ്ങളും ഓർമ്മിക്കണമെങ്കിൽ ആ വർഷം അയാളുടെ ഹയാത്തിൽ വേണ്ടേ. അതുകൊണ്ട് ഒരു വർഷം കൂടെ അയാൾക്ക് ആയുസ് ലഭിക്കുമെന്നതിന്റെ ഒരു സൂചന ഈ ഹദീസിലുണ്ട് എന്ന് ഇമാമികൾ പഠിപ്പിച്ചതായി കാണാം. നമ്മുടെ പൂർവികരായ ഉമ്മാമ്മമാരും ഉമ്മാമ്മമാരുമെല്ലാം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസവും മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസവും അവരെല്ലാ ചുറ്റുപാടുകളിൽ നിന്നും മാറി നിന്ന് ഇബാദത്തിന് വേണ്ടി നീക്കിയെടുക്കുന്ന ശൈലി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുഹറം ആദ്യത്തെ 10-ൽ മുഹറം 10 ആരും പേരിന് കൂട്ടി കൊണ്ടുപോകൂല, പ്രസവ കൂട്ടൽ വെക്കൂല. അതതിന് പറ്റാത്തതുകൊണ്ടൊന്നുമല്ല, അത് പ്രസവ കൂട്ടൽ വെക്കാനുള്ളതല്ല, അത് ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട ദിവസങ്ങളാണ്, റബ്ബിന്റെ മുന്നിൽ ധന്യമാക്കേണ്ട ദിവസങ്ങളാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് പൂർവികർ അങ്ങനെ ചെയ്തത്. അല്ലാതെ ആ ദിവസങ്ങൾക്ക് മറ്റു കുഴപ്പമുണ്ടായിട്ടല്ല. ഈമാനുള്ള മുഅ്മിനീങ്ങളെ വിനയത്തോടുകൂടെ ഉണർത്തുകയാണ്. ഉപദേശം എന്റെ ശരീരത്തോടാണ്, ധന്യമാക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണേ. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിച്ചു ദുആയിലേക്ക് ഇരിക്കുകയാണ്. നബിഹദറത്തിൽ വന്നിട്ടൊരാൾ പറയുന്നുണ്ട്, പെരുത്തുണ്ട് നബിയേ എന്റെ പാപം എന്ന്, അതുകൊണ്ട് ഞാൻ റബ്ബോടടുക്കാൻ വേണ്ടി ഏതൊരു മാർഗം ഞാൻ കടക്കാൻ വേണ്ടി സൂറത്തിൽ ഇഖ്ലാസോദം നീ അധികമായി അത് നിന്നെ റബ്ബോടടുപ്പിക്കുമെന്ന് ഉപദേശമായി. മുത്തനബിയുടെ ഹദ്റത്തിൽ ഒരു സാധുവായ മനുഷ്യൻ ഹൃദയം തട്ടി തന്റെ സങ്കടം പറയുകയാണ്, ധർമ്മാടിയാണ് നബിയേ, പാപിയാണ് നബിയേ, തെറ്റുകുറ്റങ്ങളിൽ മുഴുകിക്കളയുന്നവനാണ് നബിയേ, എനിക്കെന്റെ റബ്ബിലേക്കൊന്നടുക്കണോ, എനിക്കൊന്ന് നന്നാവണോ, ഞാൻ എന്ത് ചെയ്യണം നബിയേ എന്ന് വിഷമത്തോടുകൂടെ റസൂലുള്ളാഹിയുടെ ഹദ്റത്തിൽ വന്ന് സങ്കടം പറഞ്ഞ സ്വഹാബിയോട് ഈമാനുള്ള തങ്ങളെ മുത്തനബി നിർദ്ദേശിച്ച പരിഹാര മാർഗം കൂട്ടുകാരാ, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ധാരാളം മോദനേ. അത് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കോ, റബ്ബിലേക്ക് നിന്നെ അടുപ്പിക്കോ, നിന്റെ ഖൽബ് നന്നാവോ, ഇഖ്ലാസിനെ പരിഹരിക്കോ. ആ പേര് പോലെ തന്നെ അഅസ്സു ശൈഇൻ നസല മിനസ് സമാഇ ഇലൽ അർദ്, ഭൂമിയിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്ന ഏറ്റവും പ്രധാനമുള്ള സംഗതി അൽ-ഇഖ്ലാസ്. അൽ-ഇഖ്ലാസാണ്, നിഷ്കളങ്കതയാണ്, തെളിവുള്ള ഹൃദയമാണ്. അത് ലഭിക്കണോ, ഖൽബ് നന്നാവണോ, അതിനെ പറ്റി ഏറ്റവും നല്ല മാർഗമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അതുകൊണ്ട് ആമുഖത്തിൽ ഞാൻ പറഞ്ഞത് വളരെ പുരുഷന്മാരെ
സൂറത്ത് ഓതണേന്ന് ഞാൻ വിനയത്തോടുകൂടെ ഉണർത്തട്ടെ. പെങ്ങളെ നന്നാവട്ടെ, നമുക്ക് ഒറ്റയ്ക്ക് കവറി കിടക്കട്ടെ. ആ കവറിൽ തനിയും തുണയുമായി തണലും വെളിച്ചവും തെളിച്ചവുമായി നമുക്ക് എത്തുന്ന വലിയൊരു സൂറമാണ് കേട്ടോ എന്ന സൂറത്ത്. സ്വർഗത്തിൽ ഒരു വീട് പണിയും എന്നല്ല ഹദീസിലുള്ള പദപ്രയോഗം. സ്വർഗത്തിൽ അവനെ ഒരു മണിമാളിക കാത്തിരിപ്പുണ്ട്. അതിലുണ്ട് മുന്തിരി തോട്ടവും റൊമ്മാനും രസമുള്ളതാകണം തിന്നാനും കിളക്കണ്ട കൂട്ടണ്ട കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. താരാട്ടുപാടാൻ മൊഴിമാവരമുണ്ട്. മിസ്കിന്റെ മുന്നിൽ കൂട്ടമായി കളിയുണ്ട്. അവരോട് മുമ്പല്ലിന്റെ ലങ്കരുണ്ട്. ജിബിരിയില് പോലും അമ്പരം നീട്ടുണ്ട്. സിനിമത്തിനായി കാണാമതി ചില കുട്ടികൾ കാഴ്ചയ്ക്ക് തോന്നും നല്ല കൗതുകമുത്തുകൾ. പറക്കും ശരീരത്തിനുണ്ട് കാറെടുക്കണ്ട. നീ കരുതിയാൽ മതി പാവമേ പറയണ്ട. മണിയില്ലറേ വാങ്ങുവാനാട് കൊതിയുണ്ടേ എപ്പോഴും അതിനോട്. അതിലേക്ക് നീയൊരു മാസത്താമഞ്ഞാനെ അതു നിന്റെ മക്കൾ മാത്രമാണ്. സ്വർഗമാഗ്രഹമുള്ള ഉമ്മമാരെ, ചെറുപ്പക്കാരികളെ, ഹൃദയം കൊണ്ട് എന്റെ സംസാരം കേൾക്കുന്ന കുഞ്ഞുമക്കളെ, 10 തവണ മുഴുവൻ സൂറത്ത് ഇന്ന് തൊട്ടൊന്ന് പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണേ. വേണമെന്നില്ല, ഖുർആൻ തുറക്കണമെന്നില്ല. ഷോപ്പിലേക്ക് പോകുമ്പോൾ, കലാലയത്തിലേക്ക് പോകുമ്പോൾ, കലാലയത്തിൽ നിന്ന് മടങ്ങുമ്പോൾ, ഏത് സമയം വേണമെങ്കിലും ചെയ്യാൻ പറ്റിയ സ്വർഗത്തിലേക്കുള്ള കുറുവഴിയില്ലേ മുഖ്യമന്ത്രി നമ്മൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഒരു സുഹൃത്തത്തെയും നിസാരമായി കാണാതെ മാനസികമായി ഒന്നൊരുങ്ങണേ. ഈ സ്വലാത്ത് വാർഷിക മജ്‌ലിസിൽ വെച്ച് എന്റെ പവറിനെ ഉപകരിക്കുന്ന ഈ സൂറം ഞാൻ എന്റെ ജീവിതത്തിൽ ഭാഗമാക്കി മാറ്റുമെന്ന് ഒന്ന് പ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞാൽ ബാപ്പാ ഉമ്മ തങ്ങളെ കൂട്ടുകാരി വലിയ തൗഫീഖ് തന്നെ. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. സുഖങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ശേഷം നാസറിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാസറിക്കാനെ വരികയാണ്. ബാക്കി ഭക്ഷണം ഈ ഫുഡ് ആരാണ്ടാക്കി ഫുഡ് ഉണ്ടാക്കിയതാണ് ഞാൻ പറഞ്ഞു പറയണം ഈ ഭക്ഷണം നല്ല ഭക്ഷണമായിട്ട് എന്ന സന്തോഷം പറയും. ഭക്ഷണം കഴിച്ചത് നല്ല ഭക്ഷണമാണ്, നല്ല ഭക്ഷണമാണ് തിരിച്ചറിവ് പറയണം. അത് വലിയ സന്തോഷം. ഞാൻ നിങ്ങളെ വരിയിൽ വന്നു, നിങ്ങൾ എൻ്റെ വരിയിൽ വന്നു, എന്നിട്ട് വരിയിൽ വന്നിട്ട് എൻ്റെ വരിയിൽ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ പറയുന്നു നല്ല ഭക്ഷണമായി കിട്ടുമെന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്ന കുടുംബിനികൾക്ക്, അത് പാചകം സഹോദരിമാർക്ക് വലിയ സന്തോഷം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഇതെന്തോ ഭക്ഷണം എനിക്ക് പോലും കിട്ടില്ലല്ലോ, ഇവിടെ വൃത്തിയുള്ള സുഖമില്ലാത്ത ഈ കറി ഉപ്പില്ലല്ലോ, അപ്പം കറി ഞാൻ അറിയുന്നില്ലേ എന്ന് ചോദിച്ചാൽ പിന്നീട് ആ കറിയിലേക്ക് അയാൾ വരുന്നത് നേരെ മറിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ആഹാരമുള്ള ഭക്ഷണമോ നല്ല ആഹാരത്തുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് ആ ഉണ്ടാക്കിയ സ്ത്രീകൾക്ക് സഹോദരിമാർക്ക് വലിയൊരു സന്തോഷം, നന്ദിയുടെ ഒരു വാക്കുകൾ. നമുക്ക് അവതാരികളുടെ അവകാശം അങ്ങനെ പറയണം.
ഞാനൊരിക്കൽ എന്നോട് വീട്ടുകാർ പറഞ്ഞു, നിങ്ങളുടെ ഡ്രസ്സൊക്കെ എന്ത് രസം, ചളി പുരളാതെ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നടത്തുന്നത്. ഞാൻ പറഞ്ഞു തെറ്റല്ല, അതിൻ്റെ വീട്ടിൻ്റെ രീതിക്കാണ്. അവളാണല്ലോ അത് ചെയ്യുന്നത്. ഞാൻ വീട്ടിൽ കയറി ചെന്ന ഉടനെ ഞാൻ പറഞ്ഞു, എന്നാൽ എനിക്ക് നല്ലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ പ്രൊമോഷൻ ഞാനൊരു വീട്ടിലേക്ക് പരിപാടി പോയപ്പോൾ ആ വീട്ടുകാരനോട് പറഞ്ഞു, ഉസ്താദുമാരുടെ വേഷം അത് പ്രത്യേക ഒരു കാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ വേഷം നല്ല വൃത്തിയിൽ നല്ല നമീകരിച്ച് ചുളിവില്ലാതെ നടക്കരുത്. എന്നോട് സന്തോഷം പറഞ്ഞു. ഞാൻ എടുത്തു ഉടനെ പറഞ്ഞു, അതിൻ്റെ വീതി അംഗീകാരമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട ഉടനെ ഇടയ്ക്ക് അടക്കാൻ മറക്കുന്നവരും പിന്നെ അടക്കാൻ മറക്കില്ല, തേക്കാൻ മറക്കുന്നവരും പിന്നെ തേക്കാൻ മറക്കില്ല. കാരണം അവർക്ക് ആ സന്തോഷം അത് കേട്ടെങ്കിൽ ഒരു ആനന്ദം. നമ്മളോട് ഭക്ഷണം കഴിച്ചിട്ട് നന്നായി എന്ന് പറയണം. നീ നന്നായിട്ടില്ലെങ്കിലും എന്താ പറയുക, നന്നായിട്ടില്ല ശരിയില്ല, ഞങ്ങളൊരു മോശം ഭക്ഷണത്തെ ഒന്നും പറഞ്ഞെങ്കിലും കുഴപ്പമില്ല. എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നന്നായി പരീക്ഷത്ത് കൈവിട്ടാൽ മറന്നിട്ട് സ്വാഭാവികല്ലേ, കുഴപ്പമൊന്നുമില്ല. ദിവസം ക്ഷമിക്കണം. ഏതായാലും ഇന്നത്തെ സ്വരാസിന്റെ ഭക്ഷണം നല്ല അദ്ദേഹത്തിന് വലിയ സഹായം പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ കയ്യിൽ ശരിയാക്കട്ടെ. ആദ്യം പറയാനുള്ള ഇഷ്ടമല്ല, ദൈവം പറഞ്ഞു അള്ളാഹുത്താല അദ്ദേഹത്തിന്റെ കയ്യിൽ നല്ല വർക്കത്ത് കൊടുക്കട്ടെ, നല്ല ഭംഗിയുള്ള കൈകളാകട്ടെ. ഏറ്റവും എല്ലാ ഭക്ഷണവും ആഹാരത്തായിട്ട് കഴിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ആരോഗ്യത്തിൽ അള്ളാഹുത്താല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ഭക്ഷണവും എല്ലാവർക്കും ചെയ്യണം. വിശേഷങ്ങൾ പറയും. ആദ്യമായി ഒരു പ്രധാനപ്പെട്ട വിഷയം സൂചിപ്പിക്കുകയാണ്. നമ്മൾ മദ്രസയിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മദ്രസയുടെ പരിസരത്ത് വെച്ചുകൊണ്ട് ഈ മദ്രസ സംഘടിപ്പിക്കണമെന്നാണ് വിചാരിച്ചത്. അതിനുള്ളൊരു സൗകര്യം അവിടെയുണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിലും ചെറിയൊരു പ്രയാസമൊക്കെ അനുഭവിച്ചിട്ടാണ് ഞങ്ങളുടെ ഈ മദ്രസ സംഘടിപ്പിച്ചത്. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസയുടെ 3-ാം നിലയിൽ ഷീറ്റ് ഇട്ടുകൊണ്ട് ഒരു ഇത്തരം മജ്‌ലിസുകളൊക്കെ സംഘടിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കണമെന്ന് മഹല്ല് ജമാഅത്തിന് വലിയ ആഗ്രഹമുണ്ട്. നമ്മളിവിടെ വന്ന് ജോലി ഏറ്റത് മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന ഭാവിയിൽ റബീഉൽ അവ്വലാകുന്നതിന് മുന്നോടിയായിട്ടെങ്കിലും നമുക്കത് ഇവിടെ സംവിധാനിക്കണം. ഒരു 5 ലക്ഷം രൂപ അതിന് ചിലവ് വരുന്നുണ്ട്. ആ ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കുന്നതാവട്ടെ. മരണപ്പെട്ടു പോയ കോയാക്ക് ഉൾപ്പെടെയുള്ള ആയിഷുമ്മ ഉൾപ്പെടെയുള്ള ആയിഷുമ്മ ആമിനും അല്ലെ ആ ഉമ്മയുടെ പേരിൽ നമ്മുടെ പള്ളിയിൽ നല്ല ഒരു സോളാർ സംവിധാനമുണ്ട്. ഇവിടെ എല്ലാ വകത്തിലും AC പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നുണ്ട്. വലിയ കറണ്ട് ബില്ലൊന്നും ഇവിടെ വരുന്നില്ല. അതിനൊക്കെ ആ ഉമ്മയോട് നമ്മൾ കടപ്പാടുണ്ട്. ആ ഉമ്മ ഖബറിലാണ്. പഠിച്ചപ്പോൾ ആ ഉമ്മയുടെ ഖബർ വെളിച്ചമാക്കി കൊടുക്കുന്നത്. അങ്ങനെ മരണപ്പെട്ടു പോയ അബൂബക്കർ ഉൾപ്പെടെയുള്ള കോയാക്ക ഉൾപ്പെടെയുള്ള കുറേ മനുഷ്യർ നമ്മോട് വില പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം നമുക്ക് ദുആ ചെയ്യാം. രോഗികളായി കഴിയുന്ന നസീർക്കയുടെ ഉമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ ആശുപത്രിയിലാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ശിഷ്യൻ ആശുപത്രിയിലാണ്. അല്ലാഹു അവർക്കൊക്കെ റഹ്മത്ത് ചെയ്യുമാറാകട്ടെ. നമ്മൾ ഉസ്താദ് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്ത നമ്മൾ എപ്പോഴും ആശ്രയിക്കുന്ന ഒരു വീടാണ് ഉമാസ് എന്ന് പറയുന്നത്. അവിടുത്തെ ഉമ്മാക്ക് ചെറിയ പ്രയാസങ്ങളുണ്ട്. അല്ലാഹു റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. ഈ സദസ്സിൽ പലരും പല ജാതി പ്രശ്നങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഒക്കെയായി വന്നവരാണ്. പ്രവാസികളായ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ സദസ്സ് മാറ്റിവെക്കേണ്ടതുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ സദസ്സിലേക്ക് സംഭാവനകൾ അർപ്പിച്ചതാണ്.
അല്ലാഹ് അവർക്കൊക്കെ നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ കാമ പുതുക്കാൻ കഴിയാതെ, നാട്ടിൽ വരാൻ കഴിയാതെ, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹ് വീടില്ലാത്തവർ, സ്വന്തമായി വീടില്ലാത്ത, മക്കളുടെ പഠനകാര്യങ്ങളിൽ ആശങ്ക ഉള്ള മുഅ്മിനീങ്ങൾ, മക്കളുടെ പഠനകാര്യത്തിൽ പ്രയാസപ്പെടുന്ന മുഅ്മിനീങ്ങൾ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം കഴിച്ച് കൊടുത്തയക്കാൻ കഴിയാത്ത മുഅ്മിനീങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് നല്ല മനുഷ്യർ ഈ സദസ്സിനെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. റബ്ബ് അവരുടെയൊക്കെ പ്രതീക്ഷ അല്ലാഹു വീട്ടിക്കൊടുക്കുമാറാവട്ടെ എന്ന് ഈ അവസരത്തിൽ പറഞ്ഞ് ഇവയെല്ലാം ഉസ്താദിന്റെ ശ്രദ്ധയിൽ ഉണ്ടാകുമെന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ ഈ വേദി പിരിയുമെന്ന് ഉണർത്തി ദുആയിലേക്ക് പ്രവേശിക്കുന്നു. ഒരു 33 സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വേദി പിരിയണം, ദുആ ചെയ്ത് പിരിയണം. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഈ അവസരത്തിൽ പറഞ്ഞു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. ിലേക്ക് പ്രവേശിക്കുകയാണ്. ശാരീരിക്കുന്ന ആളുകളൊക്കെ, പ്രത്യേകിച്ച് പ്രായമുള്ള ശാരീരിക ആരോഗ്യം അനുവദിക്കുന്ന ആളുകളും തടയാത്തിന് വേണ്ടി നല്ല അതുപരിക്ക് ദുആയിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. തലമാക്കാൻ കഴിയുള്ള ആളുകൾ തലയൊക്കെ മറിച്ച് പ്രിയപ്പെട്ട മക്കളെ നല്ല ഇഖ്ലാസിലാക്കി പറയണം. അർഹമുള്ളാഹിമായവർക്ക് നമ്മുടെ മജ്‌ലിസ് നമ്മിൽ നമുക്ക് പോലാക്കി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാർ, ഇരിക്കുന്ന ഇരുത്തൊക്കെ ഒന്ന് നല്ല അതുപരിയെന്ന് മനസ്സിൽ തട്ടി അങ്ങനെ പറയാം. ഒരുപാട് വിഷയങ്ങൾ, പ്രത്യേകിച്ച് ദുആഇന് വേണ്ടി അടിയന്തര അവസ്ഥകൾ നോക്കി ഞാനറിയുന്ന, എന്നറിയുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ഷഫീഖ് ഉസ്താദ് ചെയ്യുന്ന സേവനം കഴിവിൻ്റെ പരമാവധി തന്നാലാവുന്ന വിധത്തിൽ മുഅ്മിനീങ്ങൾക്ക് ഖിദ്മ ചെയ്യാനും ദഅവാരംഗത്ത് നന്നായി ശ്രദ്ധ ചെലുത്തുകയും ചെയ്യുന്നതാണ്. അല്ലാഹു തആല ദീനീ ഖിദ്മക്കുള്ള തൗഫീഖ് ഉസ്താദിന് നമുക്കൊക്കെ റബ്ബ് തരട്ടെ. ഉസ്താദിൻ്റെ സ്നേഹമസന്നമായ
ക്ഷണത്തിന് മുന്നിൽ തട്ടാൻ പറ്റാത്തത് കൊണ്ടാണ് സത്യത്തിൽ ഞാൻ എന്നോട് വന്നത്. എൻ്റെ ഭാര്യ നിലവിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ വരുന്നതും ഹോസ്പിറ്റലിൽ നിന്നാണ്. ചിലപ്പോൾ തിരിച്ചു പോകേണ്ടതും ഹോസ്പിറ്റലിലേക്ക് തന്നെ ആയിരിക്കും. ഉസ്താദിനോടുള്ള ഇഷ്ടം ആ ഒരു ആദരവും കാരണമായിട്ടാണ് അവിടെ വരാൻ ഏറ്റവും വന്നതുമൊക്കെ. അർഹമുറാഹിമെ ആവശ്യത്തെ തണലിലും ഹൗലിൻ്റെ ചാരത്തും സ്വർഗീയ ആരാമത്തിലും ഉസ്താദിനെയും സാധുക്കളായ ഞങ്ങളെയൊക്കെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു. اللهم لك الحمد وإليك المشتكى وأنت المستعان. لا حول ولا قوة إلا بالله العلي العظيم. سبحانك اللهم وبحمدك عدد خلقك ورضا نفسك وزنة عرشك ومداد كلماتك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه وأتباع سيدنا ومولانا محمد عدد معلوماتك في كل لحظة أبدا يا ذا الجلال والإكرام. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه وأتباع سيدنا ومولانا محمد كما تحب وترضى عدد ما تحب وترضى. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وأتباع سيدنا ومولانا محمد عدد من صلى عليه وعدد من لم يصل عليه. صلاة تطهر بها قلوبنا من كل وصف باعدنا عن مشاهدتك ومحبتك. وصلاة تنور بها قلوبنا بنور معرفتك. وصلاة تجعل بها سرنا خيرا من علانيتنا وعلانيتنا صالحة يا رب العالمين. أرحم الراحمين يا أجابر أجنا يا ربي. സാധുക്കളായ ഞങ്ങൾ അഷ്റഫുൽ ഖൽഖായ തങ്ങളുടെ സ്വലാത്ത് മജ്ലിസിൽ നിന്റെ ഭവനത്തിൽ നിന്റെ ഭവനത്തിന്റെ ചാരത്ത് വന്ന് ഉടമയായ നിന്റെ മുന്നിൽ അടിയാറുകളായ ഞങ്ങളെ കൈനീട്ടുന്നു. ഈ നീട്ടിയ കൈകളെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെ വരാനുള്ള വേദിയും ആഫിയത്തും തൗഫീഖും തന്ന റബ്ബേ, ഈ മജ്ലിസിൽ വന്ന് നിരാശരാക്കി ഞങ്ങളെ നീ മടക്കരുത് അല്ലാഹ്. ഖാലിഖായ റബ്ബേ, ഇത്രയും സമയം ഞങ്ങളുടെ ജീവിത സുഹൃത്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ മജ്ലിസുകളടക്കം പ്രവർത്തനങ്ങളടക്കം ഏതെല്ലാം ഉണ്ടോ അതിൽ നിന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളെ മുന്നിൽ വെച്ച് ഞങ്ങൾ യാചിക്കുകയാണ്. അർഹമുർ-റഹീമേ, ഞങ്ങളുടെ മരണം ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. ഖൽബറിന് കലിമയിൽ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. വുദൂഇലായി ഞങ്ങളെ നീ തിരികെ വിളിക്കണേ അല്ലാഹ്. കാഫിറായി ചത്തുപോകുന്ന ഒരു ഗതികേട് ഞങ്ങൾക്ക് നൽകരുത് റഹ്മാനേ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ വശലാക്കരുത് അല്ലാഹ്. ഞങ്ങളെ നീ കുറവാക്കരുത് അല്ലാഹ്. ഞങ്ങളെ നീ മാനം കെടുത്തരുത് അല്ലാഹ്. ശാരീരികമായും സാമ്പത്തികമായും സാമൂഹികമായും മാനസികമായും ഞങ്ങളെയും ഞങ്ങളുടെ ഔലാദ് ഒരാളെയും നീ പരാജയപ്പെടുത്തരുത് റഹ്മാനേ. റഹ്മാനേ, ഞങ്ങൾക്ക് വേണ്ടി നാട്ടിൽ പിരിവെടുക്കേണ്ട ദുരവസ്ഥ നൽകരുത് അല്ലാഹ്. നാട് നീളെ പിരിവെടുക്കേണ്ട ഗതികേട് നൽകരുത് അല്ലാഹ്. ആളുകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടേണ്ട ദുരവസ്ഥ നൽകരുത് അല്ലാഹ്. റഹ്മാനേ, ഞങ്ങൾക്ക് തന്നതിലും തന്നുകൊണ്ടിരിക്കുന്നതിലും തരാനുള്ളതിലും വലിയ ബറക്കത്ത് നീ നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഈശത്തിന്റെ മാർഗത്തിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഹറാമുകൾ ഞങ്ങളുടെ വയറ്റിലെത്തുന്ന സാഹചര്യം നൽകരുത് അല്ലാഹ്. അന്യന്റെ മുതൽ ഹറാമായ വിധത്തിൽ കഴിക്കേണ്ട ഗതികേട് നൽകരുത് അല്ലാഹ്. ഹലാലായ ഭക്ഷണം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഹറാമ് കലർന്നതിൽ ഞങ്ങളെ നീ പെടുത്തിക്കളയരുത് റഹ്മാനേ. ഹറാമുകൾ ചെയ്ത് സ്വയം തുലഞ്ഞു പോകുന്ന സാഹചര്യം നൽകരുത് അല്ലാഹ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ഈമാനിന്റെ ദൗർബല്യം കാരണം ധാരാളം തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹ്, ഞങ്ങൾ ഒറ്റക്കായപ്പോൾ ഹറാമുകൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഹറാമിലേക്ക്
എന്ന് കരുതിയിട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല റബ്ബേ. ഞങ്ങൾക്ക് നീ മാഫാക്കണം അല്ലാ. ഞങ്ങളോട് നീ കരുണ കാണിക്കണം അല്ലാ. അഫുവിനെ ഇഷ്ടപ്പെടുന്ന റബ്ബേ, ഞങ്ങളോട് നീ അഫുവ് ചെയ്യണേ അല്ലാ. ഞങ്ങളോട് നീ മാഫാക്കണേ അല്ലാ. ഹറാമുകൾ ചെയ്ത് സ്വയം തുലഞ്ഞു പോകുന്ന സാഹചര്യം ഒരിക്കലും ഞങ്ങൾക്ക് നീ നൽകരുത് റഹ്മാനേ. റഹ്മാനേ, ഞങ്ങളിൽ ഞങ്ങളുടെ ഔലാദ് ഒരാളിലും വിദഅത്തിന്റെ അംശം നൽകരുത് അല്ലാ. യുക്തിവാദികളെ നൽകരുത് അല്ലാ. ദീനിനെ കരിവാരി തീർക്കുന്നവരെ നൽകരുത് അല്ലാ. കുടുംബത്തിനെ പറയിപ്പിക്കുന്നവരെ നൽകരുത് അല്ലാ. നാടിനും ദീനിനും പേരുദോഷം വരുത്തുന്നവരിൽ പെടുത്തരുത് അല്ലാ. ഖാലിഖായ റബ്ബേ, ഞങ്ങളുടെ ഈ മജ്‌ലിസിൽ വെച്ച് പ്രത്യേകം പ്രവാസികൾക്ക് വേണ്ടി ദുആഇന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവാസികൾ ഒരു മേഖലയിലും നീ പ്രയാസപ്പെടുത്തരുത് അല്ലാ. പെട്ടിയും തൂക്കി പ്രവാസ ലോകത്തേക്ക് പോയ അവരെ പെട്ടിയിലാക്കി നാട്ടിലേക്ക് അയക്കേണ്ട ഗതികേട് നൽകരുത് റഹ്മാനേ. അവർക്കും ഞങ്ങൾക്കും കുടുംബജീവിതത്തിൽ റാഹത്ത് നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. കൺകുളിർമ നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. പടച്ചറബേ, പള്ളിയിലെ സോളാറടക്കം പള്ളിയുമായി ബന്ധപ്പെട്ട് സഹായിച്ചവർ, സഹകരിച്ചവർ, സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ, വിശിഷ്യ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന മീന്തരായ സ്ഥാപകർ, പ്രത്യേകം പേരെടുത്ത് പറഞ്ഞ കൂട്ടുകാരടക്കം അർഹമുർ റഹീമേ, എല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവരുടെ ഖബറുകളിലേക്ക് നിന്റെ സവാബും സന്തോഷവും നീ എത്തിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, മീന്തരായ സ്ഥാപകർ പറഞ്ഞ പൊന്നുമോൻ അസുഖത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് നീ മോചനം നൽകണേ അല്ലാ. ആഫിയത്തോടെ നീ തിരികെ നൽകണേ അല്ലാ. അർഹമുർ റഹീമേ, പെട്ടെന്നുള്ള മരണം ഞങ്ങൾക്കാർക്കും നീ നൽകരുത് അല്ലാ. പ്രകൃതി ദുരന്തങ്ങളിൽ പെടുത്തരുത് അല്ലാ. അപകടങ്ങളിൽ പെടുത്തരുത് അല്ലാ. ഇന്നലെയല്ലേ നാലോളം വരുന്ന ചെറുപ്പക്കാർ ജീവിതത്തിൽ ഒരുമിച്ച് ചേർന്ന് നിന്ന് നടന്നവരാണ്. അർഹമുർ റഹീമേ, മരണം പിടികൂടി നാലുപേരും ഒരുമിച്ച് ഖബറിലും ഒരുമിക്കുകയാണ്. അല്ലാ അല്ലാ, കുടുംബത്തിന് നീ ക്ഷമ നൽകണേ അല്ലാ. ആഖിറത്തിൽ ശഹീദിന്റെ പദവി നൽകണേ അല്ലാ. പെട്ടെന്നുള്ളൊരു മരണം ഞങ്ങൾക്കാർക്കും നീ നൽകരുത് റഹ്മാനേ. ഇനി നിന്റെ ഖദർ ഖളാ അങ്ങനെയാണെങ്കിൽ അർഹമുർ റഹീമേ, ഒരാളോടും ഒരു നാണയത്തൊട്ട് കൊണ്ടുപോലും ബാധ്യതയില്ലാതെ പറയേണ്ടത് പറഞ്ഞ് ചെയ്യേണ്ടത് ചെയ്ത് മക്കൾക്ക് നല്ല ജീവിതം കണ്ട് റാഹത്തുള്ളൊരു മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ നീ വിധവകളാക്കരുത് അല്ലാ. മക്കളെ നീ അനാഥകളാക്കരുത് അല്ലാ. കണ്ണടഞ്ഞതിന് ശേഷം ഞങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ, ചികിത്സിക്കാൻ, വീട് നിർമ്മിക്കാൻ നാട്ടിൽ പിരിവെടുക്കേണ്ട ദുരവസ്ഥ നൽകരുത് അല്ലാ. ഖാലിഖായ റബ്ബേ, ഈ സദസ്സിൽ വന്ന ഉമ്മമാർ, ഈമാനുള്ള ബാപ്പക്കാർ, ബാപ്പമാർ, ചെറുപ്പക്കാർ, കൂട്ടുകാരികൾ, ഓരോരുത്തരുടെയും കൽവിലുള്ള ആഗ്രഹങ്ങളും വിഷമങ്ങളും അറിയുന്ന റബ്ബേ, ആഗ്രഹങ്ങൾ നീ നിറവേറ്റണേ അല്ലാ. പരീക്ഷയിൽ തിളക്കമുള്ള വിജയം നൽകണേ അല്ലാ. തൊട്ടടുത്ത ദിവസം എക്സാമിന്റെ റിസൾട്ട് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുണ്ട്. അർഹമുർ റഹീമേ, പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല റിസൾട്ട് എക്സാമിലും ജീവിതത്തിലും നൽകണേ അല്ലാ. മക്കളെ കാരണം കൊണ്ട് കണ്ണ് നിറയേണ്ട, കൽബ് വിടയേണ്ട, ഉറക്കമൊഴിയേണ്ട ഒരു സാഹചര്യം ഞങ്ങൾക്കാർക്കും നീ നൽകരുത് റഹ്മാനേ. ഞങ്ങളുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ തുടർ പദ്ധതികളിൽ പെട്ട വിഷയം അഭിനന്ദരായ സ്ഥാപകർ ഇവിടെ ഉണർത്തി. അല്ലാഹുവേ, റാഹത്തുള്ള ഉദാരമതികളെ അടുപ്പിച്ച് ആ വിഷയം നീ പൂർത്തിയാക്കാൻ ആവശ്യമായ എല്ലാ വഴികളും നീ തുറന്നു തരണേ അല്ലാ. സഹായിക്കുന്നവർക്ക് നിന്റെ സഹായം നൽകണേ അല്ലാ. അതിനുവേണ്ടി സഈ ചെയ്യുന്നവർക്ക് നിന്റെ സഹായം നൽകണേ അല്ലാ. اللهم عليك توكلنا وإليك أنبنا وإليك المصير. اللهم اجعلنا واجعل أهلنا وأولادنا من السعداء المقبولين ولا تجعلنا من الأشقياء المطرودين. اللهم اقض حوائجنا وحوائج من أوصانا بالدعاء يا قاضي الحاجات. اللهم اشف أمراضنا وأمراضهم يا شافي الأمراض. اللهم ادفع بلياتنا وبلياتهم يا دافع البليات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات.
اللهم اجمع بيننا وبين من مات منا في دار جناتك الفردوس. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا بأنواع رحمتك يا أرحم الراحمين. بفضلك صلى الله على محمد صلى الله عليه وسلم. صلى الله على